ങ്ങളാൽ നമുക്ക് നിറയാം. എല്ലാ മേഖലയിലും ക്രിസ്തുയേശുവിന്റെ സാക്ഷ്യമായി നമുക്ക് തീരാം. കർത്താവിന്റെ പ്രവർത്തികളെ നമുക്ക് അനുഭവിക്കാം. ഒരുമിച്ച് പറഞ്ഞോട്ടെ. എൻ്റെ കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് സമൃദ്ധി അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല. ഞാൻ വാരി വീതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. എനിക്കെതിരായി വരുന്ന ഒരായുധവും വലിക്കത്തില്ല. എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ എൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കിയിരിക്കുന്നു. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോവുക തന്നെ ചെയ്യും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നോട് വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവർത്തികളെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് വരുന്നു. ഇന്നും ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ കാണുവാനും കേൾക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ, ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നല്ലോ. എല്ലാ കൃപകളാലും സ്വർഗം നിറയ്ക്കും. എല്ലാ കൃപകളാലും ദൈവം നമ്മളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വൻ കൃപകളാൽ സ്വർഗം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതിക്കുക. നമ്മൾ ഇന്നലെ കേട്ട വചന ചിന്ത എന്താന്നുള്ളത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ശത്രുക്കളെ ആരോടും പകയും വിദ്വേഷവും പകരം ദോഷം ചെയ്യാതെ കാണിക്കരുത്. ശകാരത്തിന് പകരം ശകാരം ചെയ്യാതെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നലെ കേട്ട് നമ്മൾ ദോഷം ചെയ്യരുത് അല്ലെ. നമ്മൾക്ക് എതിരെ നിൽക്കുന്നവർക്കെതിരെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകരുത്. നമ്മൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിൽ ഫലം കായ്ക്കുന്നവരായി നമ്മൾ മാറുക തന്നെ ചെയ്യും. ആമേൻ. ഇന്ന് കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൽ നമുക്ക് നന്ദിയോടെ വാഴ്ത്താം. വലിയ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കും. കർത്താവിൽ നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. വാലല്ല, നമ്മൾ തലയായി തന്നെ തീരും. ആമേൻ. തുടർമാനമായിട്ട് നമ്മൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷമാണ് ധ്യാനിച്ചു വരുന്നത്. ഇന്നും ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്തുനിന്നും ചില വചന ചിന്തകൾ 6-ാം അധ്യായത്തിലാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അതിന്റെ ബാക്കി ഭാഗത്തോട്ട് പോകുന്നത് നമ്മൾ കേട്ടു. കർത്താവ് ഇന്നലെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം എന്നോണം നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ ആദ്യം തന്നെ പറയുകയാണ്, ആകാത്ത ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ, നോക്കിക്കേ, ആകാത്ത ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കാത്തത് ആകാത്ത വൃക്ഷമില്ല. നമുക്കിത് വായിക്കുമ്പോൾ നിങ്ങൾക്കത്, എനിക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല എന്തുവാണത് പറഞ്ഞെന്നുള്ളത്. അപ്പൊ അതിന്റെ മറ്റൊരു വേർഷൻ ബൈബിളിൽ ഞാൻ വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ലളിതമായി എഴുതി വെച്ച വാക്കാണ്, വിഷഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമല്ല, നല്ല ഫലം കായ്ക്കുന്നത് വിഷഫലവുമല്ല. അതായത് ആകാത്ത ഫലം നമ്മൾ കൊടുത്തേക്കുന്നതിന്റെ യഥാർത്ഥ ഒരു ഭാഷയിലേക്ക് വരുന്നത് വിഷഫലം. നമുക്കറിയാം, നമ്മുടെ നാട്ടില് കഴിക്കാവുന്നത് കൊണ്ട് കഴിക്കാവുന്ന അല്ലാത്ത വൃക്ഷങ്ങളുണ്ട് അല്ലെ. ചിലത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അത് കഴിച്ചാൽ എന്താണ്, വിഷവാ അല്ലെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ട് അല്ലെ. അപ്പൊ നല്ല ഭംഗിയുള്ള പലതും വിഷമായിരിക്കും. ചിലപ്പം വലിയ ഭംഗിയില്ലാത്ത പലതിനും നല്ല മധുരമുള്ളതും ടേസ്റ്റ് ഉള്ളതും ഗുണമുള്ളതുമായിരിക്കും അല്ലെ. ഇതേപോലെ ബൈബിൾ പറയുകയാണ്, ആ വേഷം നോക്കിയേ, വിഷഫലം കായ്ക്കുന്നത് നല്ല വൃക്ഷമല്ല, നല്ല വൃക്ഷം കായ്ക്കുന്നത് വിഷഫലവുമല്ല.
അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ മനസ്സിലേക്ക് കർത്താവ് ഈ ഉപമകളിലൂടെയൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങൾ താഴേക്ക് വാക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഏത് വൃക്ഷത്തെയും അതിന്റെ ഫലം കൊണ്ട് അറിയാം. അപ്പൊ ഏത് വൃക്ഷമാണെങ്കിലും അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. അപ്പൊ രണ്ട് കാര്യം അവിടെ പറയുകയാണ്. ഏത് വൃക്ഷവും അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. ആരും മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിക്കുലകളോ ശേഖരിക്കാറില്ല. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് അവിടെ പറയുകയാണ് യേശുക്രിസ്തു. ആദ്യം തന്നെ പറഞ്ഞല്ലോ, മുൾച്ചെടിയിൽ നിന്ന് ആരും എന്ത് ചെയ്യത്തില്ല, അത്തിപ്പഴം. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ അത്തിയെ പറ്റിയല്ല അവിടെ പറഞ്ഞേക്കുന്നത്, അവിടുത്തെ ഇസ്രായേലിലുള്ളവർ, നിങ്ങൾക്കറിയാം, താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വെച്ചൊരു വീട്ടിൽ ആ പറഞ്ഞ അത്തി മരം കാണാൻ ഇടയായി തീർന്നു. അത്തിമരത്തിന്റെ പഴം കഴിക്കാൻ ഇടയായി തീർന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു ഭവനത്തിൽ പോയപ്പോൾ ഞാൻ കഴിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, മുള്ളിൽ നിന്നും അത്തിപ്പഴം ശേഖരിക്കുകയോ ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയോ ചെയ്യാറില്ല. അതുപോലെ താഴേക്ക് പിന്നെ ഈ ഉപമയെല്ലാം പറഞ്ഞിട്ട് അതിന്റെ പൊരുളിലേക്ക് വരുവാണ്. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്നും ദോഷം പുറത്തേക്ക് വരുന്നു. അപ്പോൾ ആദ്യം വായിച്ച വാക്ക് മറന്നു പോകരുത്. വിഷഫലം കായ്ക്കുന്നത് നല്ല വൃക്ഷമല്ല, നല്ല വൃക്ഷത്തിൽ വിഷഫലവുമില്ല. പിന്നെ പറയുന്നു, മുള്ളുള്ളോടത്ത് അത്തിപ്പഴം കാണത്തില്ല, ഞെരിഞ്ഞിലിൽ നിന്നും മുന്തിരിക്കുല പറിക്കത്തുമില്ല. എന്നിട്ട് താഴേക്ക് വന്നിട്ട് നമ്മൾ പറയുകയാണ്, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ, ഇവിടെ ഈ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം കുറെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ശത്രുവിനെ സ്നേഹിക്കുന്നവൻ, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവനെ തകർന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല, അവൻ നശിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ല. അവരുടെ മുമ്പിൽ യേശു എന്നെ സാക്ഷിയാക്കും, ആ വ്യക്തി എന്നിലൂടെ യേശുവിനെ കാണുമെന്ന് പ്രാർത്ഥിക്കുന്നവനാണ് നല്ല വൃക്ഷം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഏത് സ്ഥലത്തായാലും, ജോലി സ്ഥലത്തായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ നടുവിലായിക്കോട്ടെ, എല്ലാ സർക്കിളിലായിക്കോട്ടെ, നിങ്ങളെ കുത്തി വേദനിക്കുന്ന വ്യക്തിയെ പറ്റി ഒന്ന് ടാർഗറ്റ് ചെയ്തോണം. ആ വ്യക്തിയെ ഒന്ന് യേശുവിന്റെ നാമത്തിൽ നോട്ടമിട്ടിട്ട്, നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തി ഇന്നു മുതൽ പറ, യേശുവെ ഞാൻ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഇന്ന് എന്നെ ആ വ്യക്തി പരിഹസിച്ചു, തള്ളിപ്പറഞ്ഞു, ഒറ്റപ്പെടുത്തി, പക്ഷെ അവിടെ തന്നെ എൻ്റെ യേശു മാനിക്കും. ആ വ്യക്തി തന്നെ പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പൈതലാന്ന്. കണ്ടോ? അപ്പൊ ഇതാണ് നല്ല വൃക്ഷം. അപ്പൊ നമ്മൾ ഈ 6-ാം അധ്യായം മോള് മുതൽ താഴേക്ക് വരിക കേട്ടോ. 1 മുതൽ താഴേക്ക് ഇപ്പം 44-ാമത്തെ വന്നേക്ക്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. ഇനി തേടണേ, തൻ്റെ ഹൃദയത്തിലെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഹൃദയത്തിലെ നിക്ഷേപം, നിങ്ങൾ ആ വാക്ക് കണ്ടോ, നല്ല മനുഷ്യൻ ഹൃദയത്തിൽ നിക്ഷേപമുണ്ട്. ഞാൻ നിങ്ങളോട് പല ആവർത്തി നമ്മളിങ്ങനെ പറയാറുണ്ട് അല്ലേ, നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വചനം വായിക്കുന്ന സമയത്ത്, ദൈവവചനമൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ ബൈബിൾ ചില ഉപമയുണ്ട്. ഞാനത് വലിയ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ഇടയിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ പലതും പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നമുക്കത് ഉറപ്പിച്ചു തരുന്നു. അത് വലിയൊരു കാര്യം തന്നെ. കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കാൻ ഇടയെ തുറന്നു. നമ്മൾ ഇന്നലെ ആ സാക്ഷ്യം, നിങ്ങൾ നേരത്തെ ചാടിപ്പോർക്ക് അറിയത്തില്ല, പക്ഷേ അവിടെ നിന്നവർക്ക് കാണാൻ പറ്റുമായിരുന്നു. ആ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞെങ്കിൽ വലിയ ചിന്തിച്ചു. 2 പേരുടെ സാക്ഷ്യം കേട്ടോ. ഒരാൾ പറഞ്ഞു, ബ്രദറെ, കഴിഞ്ഞ ദിവസങ്ങളിൽ 6 വർഷമായിട്ട് മുട്ടിന് പ്രശ്നമുണ്ടായിരുന്ന ആളായിരുന്നു. 6 വർഷമായിട്ട് 6 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് വേദന, ഈ മുട്ടിന്റെ വേദനയുടെ ആ തേയ്മാനത്തിന്റെ 4th സ്റ്റേജാണെന്നാണ് പറഞ്ഞത്. ഞാനത് പിന്നീട് ചിന്തിച്ചു ആലോചിച്ച് നോക്കി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു കേട്ടോ, അങ്ങനെ 4th സ്റ്റേജ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു കേട്ടോ. അപ്പൊ ആ വേദന സഹിക്കാൻ വയ്യാതെ സഹോദരി 6 വർഷമായിട്ട് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ 6 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വചന ധ്യാനത്തിന്റെ അകത്ത് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിച്ചല്ലേ, വചനം നമ്മൾ എന്ത് ചെയ്യണം, ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിക്കണം.
അതായത് രോഗം മാറണേ മാറണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു പറയുക മാത്രമല്ല, കണ്ണുകൊണ്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അപ്പൊ സഹോദരി കണ്ടു യേശു ക്രിസ്തുവിന്റെ സ്പർശനം വരുന്നതും താൻ നടക്കുന്നതും താൻ യേശുവിന്റെ നാമത്തിൽ ഓടുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ആ സഹോദരി കണ്ടുകൊണ്ട് ഇമാജിൻ ചെയ്തു. അതായത് ലിറ്ററലി, അതായത് പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയാണ്. 6 മാസം കൂടുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം, എന്നിട്ടും വേദന കുറയുന്നില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ഇത്രയും വലിയ വേദന നടക്കാൻ പുള്ളിക്ക് സൗകര്യം പറഞ്ഞു കേട്ടില്ലേ, ഒരു കാല് എടുത്തു വെച്ചാണ് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നത്. അപ്പൊ അത്രയും ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള സഹോദരി ആ വചനത്തിന്റെ ധ്യാനം കേട്ട് എങ്ങനെയാണ് അത്ഭുതത്തിലേക്ക് പ്രവേശിക്കുന്നുള്ള ആ മർമ്മം പിടികിട്ടി അതേപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്നലെ നമ്മൾ ആ സാക്ഷ്യം കേട്ടു, അത്ഭുതം കർത്താവ് ചെയ്തു. ഇപ്പൊ നട കയറുമ്പോഴോ ഓടുമ്പോഴോ ചാടുമ്പോഴോ എന്ത് ജോലി ചെയ്താലും വെയിറ്റ് എടുത്താലും ഒന്നും ഇപ്പൊ വേദന അവിടെ ഇല്ല. യേശു പൂർണ്ണ, അതിനർത്ഥം ഈ തേയ്മാനത്തിന്റെ 4th സ്റ്റേജിൽ ഇരുന്നയാളാ. നമ്മളാ കേട്ടായിരുന്നല്ലേ, അത് ഒന്നെങ്കിൽ അത് മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞ വിഷയമാ. ആ മുട്ട അവിടുന്ന് മാറ്റി വെക്കാതെ ഇനി ഒരു പോംവഴി ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ യേശു പറഞ്ഞു, എൻ്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ വചനത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായ പ്രാധാന്യം ദൈവവചനത്തിനുണ്ട്. ദൈവവചനം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറം കാര്യങ്ങളെ, പക്ഷെ നമ്മൾ പലപ്പോഴും സമയം കണ്ടെത്തുന്നില്ല. ഇനി അതിലേക്ക് വരുവാണ്, അതിന്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എത്ര പേര് ഇന്നലെ ആ സാക്ഷ്യം കേട്ടായിരുന്നു? ഇന്നലെ ഉണ്ടായിരുന്നവർ എത്ര പേര് കേട്ടു? ആമേൻ. ബലപ്പെടണം, സാക്ഷ്യങ്ങളൊക്കെ ബലപ്പെടണം. സാക്ഷ്യങ്ങൾ പറയണം, സാക്ഷ്യങ്ങൾ കേൾക്കണം. സാക്ഷ്യം പറയാൻ വേണ്ടി സാക്ഷ്യം പറയുന്നവർ ശ്രദ്ധിച്ചോണം. നിങ്ങൾ പറയാതിരിക്കരുത്. കാര്യം നിങ്ങളുടെ ഒരു സാക്ഷ്യം ഞങ്ങൾക്കൊരു ബലമാണ്. അത് മാത്രമല്ല, നാളെ ഞാനൊരു വീട്ടിൽ പോയി രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ നിങ്ങളുടെ സാക്ഷ്യം വരണം. അത് മാത്രമല്ല, ഒരു രോഗീനെ ഞാൻ പലപ്പോഴും നിങ്ങളുടെയൊക്കെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ബലപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട് 28 വർഷമായിട്ട് കാലിന്റെ പത്തി വളഞ്ഞിരുന്ന ഒരു സഹോദരിയുടെ സൗഖ്യത്തിന്റെ സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നല്ലേ. ആ സാക്ഷ്യം ഞാൻ ഈ 3-4 ദിവസത്തിനിടയ്ക്ക് ഞാൻ പലരോടും ആ സാക്ഷ്യം പറഞ്ഞു. യേശുക്രിസ്തു ചെയ്ത വലിയ ദൈവപ്രവൃത്തി, 28 വർഷമായിട്ട് വളഞ്ഞിരുന്ന ആ കാല് നിവർത്തിയ സാക്ഷ്യം. എത്ര പേര് ആ സാക്ഷ്യം കേട്ടായിരുന്നു? എത്ര പേരത് കേട്ടു? ആമേൻ. ഞാൻ എന്തുകൊണ്ടാണ് എടുത്ത് ചോദിച്ചത്? വേറൊന്നും കൊണ്ടൊന്നല്ല, വചനത്തിന്റെ പ്രാധാന്യം. അപ്പൊ അത്രയും നാൾ അവർ വചനം കേൾക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് മനസ്സിലായി ദൈവികമായിട്ടുള്ള പ്രവർത്തികൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന്. ആമേൻ. ഇവിടെ നോക്കിക്കേ, ഇനി നിങ്ങൾ കേട്ടോണേ. അതേപോലെ തന്നെ കർത്താവ് പറയുകയാണ്, ഇത് ഞാൻ പറയൽ, യേശു ക്രിസ്തു പറയുന്നു, നല്ല മനുഷ്യൻ. അപ്പൊ നല്ല മനുഷ്യൻ ആരാധന മനസ്സിലായോ? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല ഉടുപ്പൊക്കെ ഇട്ട്, നല്ല മുടിയൊക്കെ ചീകി, നല്ല വില കൂടിയ സ്പ്രേ ഒക്കെ അടിച്ചു, നല്ല വില കൂടിയ വാഹനത്തെ പോകുന്ന അല്ല നല്ല മനുഷ്യൻ. ഇതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞ, എല്ലാം വേണം. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ സ്നേഹിക്കുന്നവൻ. ശത്രുവിനെ നമുക്ക് മാനുഷികമായിട്ട്, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് ദേഷ്യവും വൈരാഗ്യ ചിന്തകളൊക്കെ വരുമ്പോഴും കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ ഈ 2 കാര്യങ്ങളും നേരെയാകും. ആ വ്യക്തി നമുക്ക് അനുകൂലമാകുകയും നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള വേദനകളും വെറുപ്പുകളും വിട്ടുമാറാനിടയായിത്തീരും. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇതിൻ്റെ ഒപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഈ ജാക്സൺ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയും. ഈ ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സൂമിൽ അഥവാ ലൈവിലോ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ ഭവനത്തിൻ്റെ മേൽ, ജാക്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തി ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവരാണെങ്കിൽ പറഞ്ഞു. ബ്രദറെ, ഞാൻ സുനിലിന്റെ പേര് ജാക്സൺ എന്നാണ് ഒറിജിനൽ പേര്. സുനിൽ ബ്രദറിന്റെ പേര് ജാക്സൺ എന്നാ ഒറിജിനൽ ആയിട്ടുള്ള പേര്. എനിക്കറിയാവുന്ന, ഇത് നമ്മുടെ ഞാലേക്കുഴിയുള്ള സിസ്റ്റർ ആണോ? അതെ അതെ ആ അതെ അതെ ഓക്കെ. അപ്പൊ സുനിൽ ബ്രദറിന്റെ പേര് ശരിക്കും അതായിരുന്നു. അതെ, ജാക്സൺ എന്നാ. എന്നോട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ജാക്സൺ എന്നുള്ള പേര്? അത് ആർക്കും അറിയത്തില്ല ബ്രദറെ. നന്നായി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഏറ്റെടുത്തു. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ആ ഭവനത്തിന്റെ മേൽ ഉണ്ടാകും. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നത്, സിസ്റ്ററെ, സന്തോഷത്തിന്റെ സാക്ഷ്യങ്ങൾ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ വലിയൊരു നിരാശ നിങ്ങളെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു, വലിയ സങ്കടം നിങ്ങളുടെ മേൽ വീഴാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഇന്ന് അതിന്റെ മേൽ വിടിവിക്കുവാൻ വേണ്ടി പോകും. നന്നായി. കർത്താവിനെ എനിക്ക് അറിയാം സിസ്റ്ററെ, പക്ഷെ ഇപ്പൊ സൗകര്യം പറഞ്ഞ പോലെ തന്നെ വേറെ ആർക്കും ആ പേരറിയത്തില്ല. ഞാനും സുനിൽ ബ്രദർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നന്ദി യേശുവേ. കർത്താവിന്റെ കൃപ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ വചനം കേൾക്കുമ്പോൾ. ആമേൻ.
ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ നിക്ഷേപം ഇവിടെ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ഹൃദയത്തിൽ നിക്ഷേപിക്കണം. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ താഴേക്ക് വന്നിട്ട് മുകളിലോട്ട് പോകാവേ. താഴത്തെ വാക്യത്തിലേക്ക് വന്നിട്ട് 47 ഇനി കർത്താവ് മറ്റൊരു ഉപമയും കൂടെ പറയുകയാണ്. നല്ല മനുഷ്യൻ തന്റെ നല്ലത് പുറപ്പെടുത്ത് ദുഷ്ടൻ ദോഷമായി നിന്ന് ദോഷത്ത് പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. എന്ന് നിങ്ങൾ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ എന്തു ചെയ്യും? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെയെല്ലാം ഇവരോട് തുല്യ. ഉദാഹരണം പറയുകയാണെ, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് ഇവർ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിയാതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. നോക്കിക്കേ, അപ്പൊ കർത്താവ് പറയാണ്, പാറമേൽ അടിസ്ഥാനമിട്ടിട്ട്. ഈ കുഴിച്ചു എന്നുള്ള വാക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് നാക്കി വന്നില്ല കേട്ടോ. ഇതെന്തൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ഈ മലയാളത്തിലെ പഴയ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന വാക്കുകളായതുകൊണ്ട് വലിയ ആഴത്തിൽ കുഴിച്ചു എന്നുള്ളതുള്ളൂ. കുഴിച്ചു എന്നൊക്കെയാണ് വന്നേക്കുന്നത്. എനിക്ക് അങ്ങനെയാണോ നിങ്ങളുടെ ബൈബിളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇവിടെ നോക്കി, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവർ ആരോട് തുല്യനാണെന്ന് പറയുവാണ്. നമ്മൾ മുകളിലത്തെ വാക്യം മറന്നു പോകല്ലേ. ഒരു അടിസ്ഥാനത്തെ പറ്റി അവിടെ പറയുന്നത്. അടിസ്ഥാനം നമുക്ക് എപ്പോഴും വേണം. എന്നിട്ട് കർത്താവ് പറയുന്നു 49 വാക്യത്തിൽ പറയുന്നു, വചനം കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിയുന്നവനത്രേ. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ വന്ന, വചനം കേട്ടിട്ട് ചെയ്യാത്തവൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്നാ വരുന്നത്? ഈ ചെയ്യാത്തവൻ, ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ പറയണേ, വചനം അനുസരിക്കാത്തവൻ, അനുസരിക്കാത്തവൻ, വചനം അനുസരിക്കാതിരിക്കുന്നവൻ. ആമേൻ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വചനം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെയല്ല വന്നത്. വചനം കേട്ടിട്ട് ചെയ്യാത്തവൻ എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ചെയ്യാത്തവൻ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഗ്രീക്ക് പദം കൊടുത്തിരുന്നത് ചെയ്യാത്തവന് മാത്രമല്ല, ടു മേക്ക് എന്നൊരു പദമാണ്. അപ്പൊ ഈ ചെയ്യുക എന്നുള്ളതും മേക്ക് ചെയ്യുക എന്നുള്ളതും ഒക്കെ സെയിം പദങ്ങളാണെങ്കിലും ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുക. ആ മേക്ക് എന്ന വാക്കിന് വീണ്ടും അതിനെ രണ്ടാമത് വ്യാഖ്യാനിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ വചനം കേട്ടിട്ട് ബലം കൊടുക്കാതിരിക്കുന്നവർ. നോക്കിക്കേ, അപ്പൊ ചെയ്യാത്തവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുവാ? ഇങ്ങോട്ട് വാ, ഇതെടുക്ക് എന്ന് പറയുമ്പോൾ ഒരാൾ പറയും എനിക്ക് പറ്റത്തില്ല. ഇതല്ല പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് അനുസരണ ഇല്ലാത്തവർ. ഇതിൽ ഇവിടെ ആ വാക്കല്ല കൊടുത്തിരിക്കുന്നത്, വചനം കേട്ടിട്ട് ബലം കൊടുക്കാത്തവർ. അപ്പൊ ഈ വാക്ക് നോക്കിക്കേ, ടു മേക്ക് എന്നൊരു പദത്തിന്റെ അകത്ത് അല്ലെങ്കിൽ മേക്ക് ചെയ്യുക, ഉണ്ടാക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക, നിർമ്മിച്ചെടുക്കുക എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് യേശു കാണിക്കുക. ആമേൻ. എന്താണ് അങ്ങനെ പറയുവാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുകളിലത്തെ വാക്യം നിങ്ങൾ നോക്കിക്കേ. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ട്. നോക്കിക്കേ, ഹൃദയത്തിൽ നിക്ഷേപത്തിൽ നിന്ന്. അപ്പൊ ഹൃദയത്തിൽ നിക്ഷേപിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. നോക്കിക്കേ, ഈ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ, ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ട് എന്നൊരു വാക്ക് കണ്ടോ? അപ്പൊ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ വ്യക്തി അല്ലെങ്കിൽ ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി എന്ത് ചെയ്യുന്നു? താൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ പറ്റി യേശുക്രിസ്തു ലൂക്കോസ്ലീഹായുടെ സുവിശേഷത്തിൽ മറ്റൊരു ഭാഗത്തിൽ പറയുന്നു, നമ്മുടെ ഹൃദയം നല്ല നിലമാണ്. അപ്പൊ ഈ നല്ല നിലത്തിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? അതിൽ നിന്ന് നല്ലത് പുറത്തേക്ക് വരും. ഇപ്പൊ മനസ്സിലായോ? നല്ലത് പുറപ്പെട്ടു വരും. ഇപ്പൊ നിങ്ങൾക്ക് ആ വാക്കിന് അർത്ഥം മനസ്സിലായ? ടു മേക്ക് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചെടുക്കുക. നിങ്ങൾ നിക്ഷേപിച്ചതിൻ്റെ അകത്തു നിന്നും നിർമ്മിച്ചെടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വചനം കർത്താവായ യേശുവിന്റെ നാമത്തിൽ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങളെ നിങ്ങൾ നിക്ഷേപിക്കുന്നു. ഈ നിക്ഷേപിച്ച വചനത്തിന് രൂപമാറ്റം സംഭവിക്കും.
ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ സത്യവേദ പുസ്തകമായിക്കോട്ടെ, ഏത് ബൈബിൾ ആയിക്കോട്ടെ, ഇംഗ്ലീഷോ മലയാളമോ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നിങ്ങളൊരു വചനം ഏതോ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ അവർ മഷി കൊണ്ട് അച്ചടിച്ച് ഒരു ബുക്ക് രൂപത്തിൽ 66 പുസ്തകത്തിന്റെ രൂപത്തിൽ നമുക്ക് ബൈബിളായി തന്നിരിക്കുന്നു. നിങ്ങളത് കാശ് കൊടുത്ത് മേടിച്ചോ, ഫ്രീ ആയിട്ട് ലഭിച്ചോ, എവിടെ നിന്നെങ്കിലും നിങ്ങൾക്കൊരു ബൈബിൾ ലഭിച്ചു. നിങ്ങൾ ആ ബൈബിൾ തുറന്നിട്ട് നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ, ആ വചനം നിങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വചനങ്ങൾ നിക്ഷേപിക്കുക. അപ്പൊ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പോകുന്ന സമയത്ത് ഇത് മഷി കൊണ്ടല്ല ഇത് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൈവശം ബൈബിള് കിട്ടിയപ്പോൾ അതിൽ മഷി ഉണ്ടായിരുന്നു, അതിൽ അണ്ടർലൈൻ ചെയ്യുന്ന വരികൾ ഉണ്ടായിരുന്നു, അതിൽ പലവിധ ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫോമിലോട്ടല്ല ഇത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വീഴുന്നത്. ഹൃദയത്തിലേക്ക് വചനം ചെല്ലുമ്പോൾ ഈ വചനത്തിന് രൂപമാറ്റം സംഭവിച്ച് ഇതൊരു വിത്ത് പോലെ ആയിത്തീരും. ഈ വിത്ത് പോലെ ആയിത്തീർന്നിട്ട് ഈ വചനം നിങ്ങളുടെ അകത്ത് വീണ്ടും രൂപമാറ്റം സംഭവിക്കും. നോക്കിക്കേ, ഇവിടെ യേശുക്രിസ്തു പറഞ്ഞ വാക്കുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നല്ല നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കുന്നു, നല്ലത് പുറത്തേക്ക് വരുന്നു. വിഷവൃക്ഷത്തിൽ നിന്നും നല്ലത് വരത്തില്ല, നല്ല വൃക്ഷത്തിൽ നിന്നും വിഷം വരത്തില്ല. ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങൾ കൊടുക്കുന്ന വചനം അകത്ത് ചെന്നിട്ട്, നമ്മൾ വായിക്കുന്നത് മഷി കൊണ്ട് എഴുതിയ ബൈബിളാ അല്ലേ, ഏതോ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ മഷി കൊണ്ട് എഴുതിയതാണ്. പക്ഷെ അകത്തോട്ട് മഷി കയറത്തില്ല. അകത്തോട്ട് കയറുമ്പോൾ അതിന് മഷിയില്ല, അതിന് പ്രിന്റിംഗ് പ്രസ്സുകാരന്റെ സഹായം വേണ്ട. അകത്തോട്ട് ചെന്നിട്ട് ഇത് പുറത്തേക്ക് വരുന്നു. ഇപ്പൊ യേശുക്രിസ്തു 48-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഈ വചനം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സകല വിഷയത്തിലേക്കും വേര് കിളുത്തു വരുവാൻ തക്കവണ്ണം വലിയൊരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വചനം നമ്മൾ കുഴി കുഴിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ, ആ വാക്ക് കണ്ടോ, പാറമേൽ, ആഴത്തിൽ പാറമേൽ അടിസ്ഥാനം ഇട്ടിട്ട്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വചനത്തെ നിങ്ങൾ ഇടുമ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, ഈ കുഴിക്കുക എന്നൊരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കുഴിച്ചിട്ട്, ഇവിടെയാണ് പലപ്പോഴും നമ്മൾ സ്റ്റക്കായി പോകുന്ന ഒരു മേഖല. നമ്മളെല്ലാവരും സ്റ്റക്കായി നിൽക്കുന്ന ഒരു മേഖലയാണ് കുഴി കുഴിക്കുന്നത്. ഈ ആഴത്തിൽ കുഴിക്കുക എന്നുള്ളത് ചെറിയ പരിപാടിയാണോ, അതോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണോ, ഈസി ആയിട്ടുള്ള കാര്യമാണോ പാറമേൽ ആഴത്തിൽ കുഴി കുഴിക്കുന്നത്? അപ്പൊ ദൈവവചനത്തിന് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആഴത്തിൽ നിങ്ങളുടെ ഹൃദയത്തെ കുഴിക്കണം. അപ്പൊ ഹൃദയത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇമാജിനേഷൻ പറഞ്ഞു. അത് കൂടാതെ ഞാനൊരു വാക്ക് പറഞ്ഞായിരുന്നു. അതിന് മുമ്പ് നമ്മളൊരു വാക്ക് പറഞ്ഞു, അത് ഓർക്കുന്നുണ്ടോ? അതൊരു സഹോദരി സാക്ഷ്യവും പറഞ്ഞായിരുന്നു. എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഇമാജിനേഷന് മുമ്പ് നിങ്ങളൊരു ചിത്രം മനസ്സിൽ കാണണമെന്ന്, വിശ്വാസത്താൽ കാണണമെന്ന് പറയുന്നതിന് മുമ്പ് എന്തുവായിരുന്നു? ഓർമ്മയുണ്ടോ? ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു. ആ 28 വർഷമുള്ള സഹോദരിയുടെ കാല് നേരെയായപ്പോ ഒരു വാക്ക് പറഞ്ഞായിരുന്നു. കർത്താവിന്റെ രക്തം കൊണ്ട് വീഴുന്നത് പോലെ, വീഴുന്നത് പോലെ കർത്താവിന്റെ രക്തം കാലിലേക്ക് പോലെ നമ്മുടെ ശരീരത്തിൽ സൗഖ്യം വന്നിരിക്കുന്നു. അതല്ല ഞാൻ ചോദിച്ചത്. ശരിയാ, ആ സഹോദരി പറഞ്ഞതുപോലെ സൗഖ്യം വരുന്നു. അതിന് മുമ്പ് ഒരു വാക്ക് പറഞ്ഞു, വിശ്വാസം പ്രവൃത്തിയില്ലാതെ പോയാൽ ഡെഡ് ബോഡി പോലെയാണ്. കണ്ടോ? അപ്പൊ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, വിശ്വാസത്തിന്റെ ആക്ഷനുകൾ ചെയ്യണം. ഞാനത് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ പോരാ, ഉറക്കെ രോഗിയുടെ മേൽ കൈ എടുത്തു വെക്കണം. കഞ്ഞിക്കലത്തിൽ അരി വരണമെങ്കിൽ ആ കലം നിറയട്ടെ എന്നല്ല, ആ കഞ്ഞിക്കലത്തെ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പറ. അപ്പൊ വരുമാനം തന്നെ വർദ്ധിക്കും. അങ്ങനെ നിങ്ങൾ വിശ്വാസത്തിന്റെ ആക്ഷനുകൾ ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഇതേപോലെ തന്നെയാണ്. അപ്പൊ 2 കാര്യം മറക്കല്ലേ. 2 നമ്മൾ ഇമാജിൻ ചെയ്യണം, 2 വിശ്വാസത്തിന്റെ ആക്ഷൻ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിങ്ങനെ എപ്പോഴും ഈ പല വിഷയത്തിന്റെ, ഇപ്പൊ നിങ്ങളിപ്പോ വീടില്ലാതിരിക്കുവാണ്, നിങ്ങൾ വലിയ ഏതെങ്കിലും പ്രശ്നത്തിന് അകപ്പെട്ടിരിക്കുക. അപ്പൊ അകപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ മനപ്രയാസം അല്ലേ, മനസ്സിനൊരു പ്രയാസമാണ്, വലിയ ഭാരം.
നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. നമുക്ക് ഭയങ്കരമാകുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ നമ്മുടെ പ്രയറിന്റെ ലിങ്ക് ഉണ്ട്, സൂമിന്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് കറങ്ങാതെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇവിടെ നോക്കിയേ, അപ്പൊ നമ്മൾ ഈ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു കുഴപ്പമുണ്ട്. എത്ര വചനം കേട്ടാലും അതിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ് വേരിറങ്ങുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, ചിന്തകളാലും ഈ ലോകത്തിന്റെ ധനത്താലും നമ്മളെ ഞെരുക്കുന്നു, വേരിറങ്ങാൻ പറ്റുന്നില്ല. പല കൊണ്ട് നമ്മളെ മുക്കുന്നു, അല്ലെങ്കിൽ ആ മുള്ളു കൊണ്ട് ഇപ്പൊ എന്റെ മനസ്സിൽ വലിയ പ്രയാസമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, എനിക്ക് വചനം കേൾക്കാൻ ഒരു മൂഡില്ല, വചനം കേൾക്കാൻ പറ്റുന്ന ഒരു മൂഡിലല്ല ഞാൻ ഇരിക്കുന്നത്. എൻ്റെ മൂഡ് ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്, സന്തോഷമില്ല, ബലമില്ല, ധൈര്യമില്ല, ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഹൃദയത്ത് ഒരു പാറ പോലെയാ. ഇതിൻ്റെ അകത്തോട്ട് വചനത്തിന് പ്രവേശിക്കണമെങ്കിൽ ഒരു തുള വീഴണം. ഈ തുള ഇടണമെങ്കിൽ എന്തു സംഭവിക്കണം എന്നറിയാവോ? ഈ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന ഭാരങ്ങൾ ഉരുകണം. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വലിയ ഭാരത്തോടെയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുന്നതെങ്കിൽ, ഭയങ്കര പ്രയാസത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ആ സമയത്ത് വചനം പറയാൻ പോകാൻ ശ്രമിക്കരുത്. നമ്മൾ ടയേർഡായി പോകും. നമ്മൾ ഈ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ഒരു വചനം കേൾക്കാനോ വചനം പറയാനോ വചനം സംസാരിക്കാനോ ഏതെങ്കിലും ബ്രദർമാരെ വിളിക്കാനൊക്കെ നമുക്ക് വലിയ പാടാണ്. നമ്മൾ ഭയങ്കര വിഷമത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് പറ. ഇങ്ങനെ വിഷമിച്ചിരുന്നുകൊണ്ട് വല്ലതും നടക്കുമോ? വിഷമിച്ചിരുന്നുകൊണ്ട് വിഷയത്തിന് വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് കയറി വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളപ്പോൾ കാണുന്ന എല്ലാ പ്രെയർ ലൈനിലേക്കും വിളിക്കും, സകല ബ്രദർമാരെയും വിളിക്കും. ആരും വിളിച്ചിട്ട് ഒരു രക്ഷയില്ല. നമുക്കാണ് മനപ്രയാസം കൂടുവാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കട്ടിയായിട്ടിരിക്കുന്നു. ഈ കട്ടിയായിട്ടിരിക്കുമ്പോൾ എന്നാ സംഭവിക്കും? നമുക്ക് വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. വിശ്വാസത്തിന്റെ പ്രവർത്തിക്കുന്നതിൽ തന്നെ പറഞ്ഞതിനർത്ഥം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ കയറാൻ പറ്റുന്നില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഹൃദയത്തിന്റെ അകത്തോട്ട് ഇറങ്ങുവാൻ കഴിയുന്ന ഒരാള്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ പാറ പോലിരിക്കുന്ന നമ്മുടെ ഹൃദയം, അതിൻ്റെ മേലൊരു കുഴി വീഴണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചോണേ, ഭാരപ്പെട്ടിരിക്കുമ്പോൾ വചനം പറയുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും ഞാൻ പറയുന്നൊരു അനുഭവം നമുക്ക് വന്നിട്ടില്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. സങ്കടവും ദേഷ്യവും ആരിശവും ഒക്കെ വരും. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ, കർത്താവേ നീ ഇതെന്നെ കാണാത്തത്, നീ എന്നെ കൈവിട്ട തന്നെ. ആ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവിശ്വാസത്തിന്റെയും പിറുപിറുപ്പിന്റെയും നെഗറ്റീവ് വാക്കുകളും വിതയ്ക്കുന്ന സമയവാദം. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ഹൃദയം കഠിനപ്പെട്ടിരിക്കുമ്പോൾ, ഹൃദയം ഭാരപ്പെട്ടിരിക്കുമ്പോൾ. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ? പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തെ എന്നെ ബലപ്പെടുത്തണേ പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സിനെ ശക്തീകരിക്കണേ പരിശുദ്ധാത്മാവേ. ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുക, ഞാൻ വല്ലാതെ തകർന്നിരിക്കുക, ഞാൻ വല്ലാതെ നൊമ്പരപ്പെട്ടിരിക്കുക, ഞാൻ വല്ലാതെ വേദനിച്ചിരിക്കുക, എനിക്കൊരു വചനം പോലും പറയാൻ പറ്റുന്നില്ല, ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. പരിശുദ്ധാത്മാവേ എന്നെ ഹെൽപ്പ് ചെയ്യണമേ, പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തണം, എൻ്റെ മനസ്സിനെ ശക്തീകരിക്കണേ പരിശുദ്ധാത്മാവേ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഭാരം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, കൺഫ്യൂഷൻ വരുമ്പോൾ, വേദന വരുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. ഒരു പാറ പോലെ നമ്മുടെ ഹൃദയം ഉറയ്ക്കുന്നു. ഈ സമയത്താണ് പിറുപിറുപ്പുകൾ ഉണ്ടാകുന്നത്. ഹൃദയം കാഠിന്യപ്പെടുന്നു. നിങ്ങളൊരു വാക്ക്, ബൈബിളൊരു വാക്കുണ്ട്, നമ്മുടെ മാംസളമായ ഹൃദയത്തിൽ. കർത്താവ് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയം മാംസളമായ ഹൃദയത്തിലാണ് വചനം കറക്റ്റായിട്ട് വീഴുന്നത്. കട്ടിയായിരിക്കുന്ന ഹൃദയത്തിന്റെ അകത്ത് വചനത്തിന് ആഴത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ലൂക്കോസ്ലിഹായുടെ സുവിശേഷം വിത്തിന്റെ ഉപമ യേശു പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്, പാറമേൽ വിതയ്ക്കപ്പെട്ട വചനം. അതിനെന്താ കുഴപ്പമെന്ന് പറയാം? വേരിറങ്ങാത്തത് കൊണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ലോകത്തിന്റെ ചിന്തകളാലും. ലൂക്കോസ് 8:7 നമ്മൾ അതിലേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിലും വാക്യം ഞാൻ എടുത്ത് കാണിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാകുവാൻ ഇടയായിത്തീരും. ലൂക്കോസ് 8:7. ആമേ. നോക്കിക്കേ, മറ്റു ചിലത് പാറമേൽ വീണു.
മുളച്ചിട്ട് നനവില്ലാതെയാൽ അത് ഉണങ്ങിപ്പോയി. കണ്ടോ, ഇതുകൊണ്ടാണ് ഈ സമയത്ത് നിങ്ങൾ വചനം പറയുമ്പോൾ നമുക്ക് വചനത്തിൽ ഉറയ്ക്കാനോ നമുക്ക് വിശ്വസിക്കാനോ നമുക്ക് ദേഷ്യവും അരിശവും ഒക്കെ വരുന്നത് ആ സമയത്താണ്. കാര്യം എന്നറിയാവോ, വേരിറങ്ങുന്നില്ല. ഇനി താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഉപമ പറയുന്നു. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവത്തിന്റെ വചനം. ആമേൻ, അല്ലേ, വിത്ത് ദൈവത്തിന്റെ വചനം. ഇനി നമുക്ക് പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. തൽക്കാലം അവർ വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് അവർ പിൻവാങ്ങി പോകുകയും ചെയ്യുന്നു. കണ്ടോ, പരീക്ഷാ സമയം വരുമ്പോൾ നമുക്ക് ഈ ഭാരവും. ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, ദൈവം അത്ഭുതം ചെയ്യും. പക്ഷെ പരീക്ഷ വരുന്ന സമയത്ത് നമുക്കിത് അറിയാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിൽ ഭയങ്കര ഭാരം. എൻ്റെ ബ്രദറെ നടക്കുന്നില്ല ബ്രദറെ, എനിക്ക് ഭയങ്കര പ്രയാസ ബ്രദറെ, ഞാൻ എത്ര വർഷമാണ് ബ്രദറെ പ്രാർത്ഥിക്കുന്നത്, എത്ര കാലമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ സമയത്ത് പറയും എല്ലാം പോട്ടെ, എന്തിനാ വെറുതെ പ്രാർത്ഥിക്കുന്നത്, എല്ലാം പോട്ടെ. കണ്ടോ, വേരിറങ്ങുന്നില്ല. പാറമേൽ വീണ വിത്തിന് വേരിറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? മടി കൂടാതെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായിട്ട് പറഞ്ഞു. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണേ, അത് എല്ലാവർക്കും സംഭവിക്കുന്നല്ലേ ബ്രദറെ? എല്ലാവരും മനപ്രയാസം വരുന്നവരല്ലേ? എല്ലാവരും ഇതുപോലെ തന്നെ പെറുപെറുക്കാറില്ലേ? ഉണ്ട്. ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഈ വിശ്വാസി ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് വിത്തായി മാറും. നിങ്ങൾ ഈ മനപ്രയാസ സമയത്ത് പറയുവാണ് എല്ലാം പോട്ടെ, എല്ലാം മുടിയട്ടെ, എല്ലാം തകരട്ടെ, എല്ലാം നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് പിശാച് ചാടിപ്പിടിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവനൊരു വാക്ക് കിട്ടാൻ നോക്കിയിരിക്കുക. കാര്യം വിതയ്ക്കുന്നവൻ കൊയ്യും. യേശു പറഞ്ഞില്ലേ, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. മനപ്രയാസ സമയത്ത് നമ്മുടെ വായിൽ നിന്ന് ഞാൻ എപ്പോഴും പറയും, ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകരുത്. ആ സമയത്ത് നിങ്ങൾ വചനം ട്രൈ ചെയ്യാൻ പോകരുത്. അയ്യോ, തന്നെ ബ്രദർ ഇങ്ങനെ പറയുന്നത്. മനസ്സ് തകർന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക, പരിശുദ്ധാത്മാവേ ഞാൻ സ്റ്റക്കായിരിക്കുന്ന പോലെ എനിക്ക് തോന്നുക, പരിശുദ്ധാത്മാവേ. പരീക്ഷാ സമയം വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ സ്റ്റക്കാകുന്നത്. അവിടെയാ പലരും പിൻവാങ്ങി പോകുന്നത്. ഞാൻ പറയുന്നല്ല, വചനം നോക്കി. ആ സമയത്ത് നിങ്ങൾ വചനം പറയുമ്പോൾ എന്നാ നമുക്ക് മനപ്രയാസം കൂടും. ഞാൻ വചനത്തിന്റെ കുറവല്ല പറയുന്നത്, വേരിറങ്ങുന്നില്ല. കാര്യം ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുമല്ലേ. അപ്പൊ 2 പ്രാവശ്യം വചനം പറയുമ്പോൾ നമ്മളങ്ങ് ഇറിറ്റേറ്റഡ് ആവും. നമുക്കൊന്ന് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുന്നത്, ഒരു ഭയങ്കര ദുഃഖം വരും. നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നറിയാവോ, തിരിച്ചു പറയാൻ തുടങ്ങും, കർത്താവേ എന്നോട് ഇത് വേണ്ടായിരുന്നു. ശോ, എന്തിനാണ് ഇങ്ങനൊരു ജീവിതം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസിയാന്ന് മറന്നു പോകരുതേ. നിങ്ങൾ പറയുന്നത് ആക്റ്റീവ് ആകാൻ തുടങ്ങും. നിങ്ങൾ പറയുന്നത് അവിടെ ആക്റ്റീവ് ആകാൻ തുടങ്ങും. നിങ്ങൾ ഉടനെ കുറേ നേരം പറഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിയുമ്പോൾ നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആവും. നമ്മുടെ മനസ്സ് കുറെ കഴിയുമ്പോൾ കരയുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളിന്ന് ഫ്രീ ആവുമല്ലോ. അപ്പൊ കരച്ചിലെല്ലാം കഴിഞ്ഞ് നമ്മൾ മനസ്സൊക്കെ തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ വചനം പറയുമ്പോൾ ഒന്നും നടക്കുന്നില്ല. കാര്യം എന്നറിയാവോ, നിങ്ങൾ ഓൾറെഡി ആ വിഷമത്തിൻ്റെ അകത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് ഭാരം കയറിയപ്പോൾ പലതും വിതച്ചു. ആദ്യം അത് ക്യാൻസൽ ചെയ്യണം. ആദ്യം സകലം ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങൾ ആദ്യം മനപ്രയാസം വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ മറക്കരുതേ. പരിശുദ്ധാത്മാവെ എന്നെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവെ എനിക്ക് ബലം വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായ വർഷമാണ് 2022-23. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റക്കായി നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവെ എന്നെ ശക്തീകരിക്കണേ എന്ന് രാവിലും പകലും ഉച്ചയ്ക്കും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നൊരു സമയം. എനിക്ക് മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഭാരവും പ്രയാസവും കയറാൻ തുടങ്ങി. അതിദുഃഖത്താൽ എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതത്തിൽ ആദ്യ അനുഭവം അതിദുഃഖം മനസ്സിൽ പ്രവേശിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥ. അന്നാ എനിക്ക് മനസ്സിലായത്, ആ സമയത്ത് നമ്മൾ വചനം പറയാൻ ട്രൈ ചെയ്യണ്ട, പകരം നമ്മുടെ മനസ്സ് അവിടെ തകർന്നിരിക്കുക, മുറിവേറ്റിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, കൈ മുറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൈ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞ്. കൈ മുറിഞ്ഞിരിക്കുക, വലിയൊരു മുറിവ് കൈയെ പറ്റി, അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്താലോ? പറ്റുമോ? ഇത് തന്നെയാ നമ്മുടെ ഹൃദയവും. മുറിവേക്കുമ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ നോക്കിയാലും വേദന കൂടത്തേ ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? ഇത് തന്നെയാണ് ഹൃദയത്തിൻ്റെ അകത്ത് പ്രയാസങ്ങൾ ഇരിക്കുമ്പോൾ, ഭാരങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ വചനം പറയാൻ ശ്രമിക്കുമ്പോൾ ഈ വചനം അകത്തോട്ട് കയറാൻ ശ്രമിക്കുക.
പക്ഷെ ഇതിങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിന് വേരിറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ? നിങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ 100 ബ്രദർമാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതിനേക്കാൾ ഏറ്റവും അവരൊന്നും വിളിക്കുന്ന ഞാൻ കുഴപ്പമെന്ന് പറയരുത് കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ ശ്രമിക്കുക. ഇനി ഒറ്റയ്ക്ക് പറ്റുന്നില്ല ബ്രദറെ, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക, മുറിക്കകത്തോ. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ വാഷ്റൂമിലോ എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് പറ, പരിശുദ്ധാത്മാവേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലപ്പാ, എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നപ്പാ, എൻ്റെ ഹൃദയത്തിൽ ഭാരമായി മുറിവുകളായിരിക്കുന്നപ്പാ, എന്നെ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണേ, പരിശുദ്ധാത്മാവെ എന്നെ ബലപ്പെടുത്തണേ പരിശുദ്ധ. ചിലപ്പോൾ നമുക്ക് കരച്ചിൽ വരുമായിരിക്കും, സങ്കടം വരുമായിരിക്കും, നമുക്ക് ചിലപ്പോൾ നിലവിളിക്കാൻ തോന്നുമായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ആ കഠിനമായിരിക്കുന്ന ഭാരം, മുറിവായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ഉണക്കിയിട്ട് ആ ഭാരത്തെ തകർത്തിട്ട് കുറേ കഴിയുമ്പോൾ നിങ്ങൾ തന്നെത്താൻ വചനം പറയാൻ തുടങ്ങും. കറക്റ്റായിട്ട് നിങ്ങൾ വചനം പറയും. ശ്രദ്ധിച്ചാൽ മതി. ഇനി മുതൽ ആ പറച്ചിൽ നിങ്ങൾ കണ്ടോണം, വലിയ അത്ഭുതങ്ങൾ തുറക്കും. ആ പറച്ചിലാണ് മാനിഫെസ്റ്റേഷനുകളായി മാറുന്നത്. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ഹൃദയത്തിന്റെ ആ അതുകൊണ്ടാണ് നോക്കിക്കേ, നമ്മൾ ആ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞ വാക്ക് നോക്കിക്കേ, നിങ്ങൾ ആ വചനം നോക്കിയേ, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യം. കണ്ടോ, വെറുതെ ഒരു കുഴി കുഴിക്കുമല്ല, ആഴത്തിൽ പാറമേൽ. ഇവിടെ ലൂക്കോസിൽ 8 പറയുന്നു, പാറമേലുള്ളവരോ. കണ്ടോ, അപ്പൊ ഏത് പാറയാത്? നമ്മുടെ ഹൃദയത്തെ പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ. അപ്പൊ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിന് ഓരോരോ ഫോമുകളുണ്ട്. സങ്കടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഭയങ്കര മനപ്രയാസത്തിരിക്കുമ്പോൾ ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റൂല്ല, നമുക്കൊരു വാക്കെങ്കിലും പറയാൻ പറ്റൂല്ല, നമുക്കൊന്നും പറയാൻ പറ്റാത്ത ചില സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകത്തില്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവിടെ വചനമൊക്കെ പറയാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ലല്ലോ, അല്ലേ? നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ബ്രദർ പറഞ്ഞ എന്തോരം മെസ്സേജുകൾ അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ബ്രദറെ. അയ്യോ, എന്ത് പാടല്ലേ. എന്നാ ബ്രദർ എഴുതി തന്ന വചനം നോക്കട്ടെ, വായിക്കാൻ നോക്കിയിട്ടൊന്നും ബ്രദറിനെ പോലും വിളിക്കാൻ തോന്നുന്നില്ല. കണ്ടോ, കേൾക്കാൻ പോലും തോന്നുന്നില്ല. അങ്ങനെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഈ അനുഭവത്തെയാണ് യേശുക്രിസ്തു അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമ്മള് ഹൃദയത്തിൽ നല്ല നിക്ഷേപം. അപ്പൊ നമ്മുടെ ഹൃദയം വളരെ വിലപ്പെട്ടതാകട്ടോ. ഇവിടെയാണ് ഈ പ്രവൃത്തികൾ മൊത്തം നടക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ അകത്തു നിന്നാണ് ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്ത് പുറത്തേക്ക്, അതായത് ആത്മാവിൽ കയറിയ വചനം മനസ്സിൽ വന്ന് ഇമാജിനേഷൻ ഉണ്ടാക്കി നമ്മുടെ ഫെയ്ത്തിനെ ഹൃദയത്തിൽ നിറച്ച് വാഗൊണ്ട് പറയിപ്പിക്കുവാൻ ആളാണ് ഹൃദയം. ഇവിടം സ്റ്റക്ക് ആകുമ്പോഴാണ് ഇത് മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റക്കാകുന്നത്. ഈ സമയങ്ങളാണ് ദുരുപദേശങ്ങളെല്ലാം തലയ്ക്കകത്തോട്ട് കയറുന്നത്. അപ്പോഴാണ് ആരോ വന്നിട്ട് പറയോ, ഇത് സാത്താൻ നിങ്ങളുടെ ഡോറെല്ലാം അടച്ചേക്കോ. അത് പരീക്ഷാ സമയ സഹോദരി, അത് സാത്താൻ ഇവിടെ നോക്കി, ഇവിടെ വാക്യം നിങ്ങൾ നോക്കി, പാറമേൽ വിതയ്ക്കപ്പെട്ട അവസ്ഥയെപ്പറ്റി യേശുക്രിസ്തു പറയുന്നുണ്ടോ? നോക്കിക്കേ, പാറമേൽ വിതയ്ക്കപ്പെട്ടവരോ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരിറങ്ങുന്നില്ല. വേരില്ല എന്നല്ല, വേരിറങ്ങുന്നില്ല എന്നാ. അവർ തൽക്കാലം വിശ്വസിക്കുന്നു. അതിന്റെ അർത്ഥം അവർ കുറവുള്ളവരല്ല, അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷാ സമയത്ത് അവർ പിൻവാങ്ങി പോകുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പരീക്ഷാ സമയം വരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പോകരുത്? പരീക്ഷയ്ക്ക് തോക്കുമെന്ന് ഉറപ്പായാൽ ട്യൂഷന് പോകണം. അതല്ലേ നമ്മൾ ചെയ്യുന്നത്. പിള്ളേർ പറയാ, അച്ഛാ അമ്മ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, എക്സാം അടുത്ത്. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? അവരെ ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞു വിടുമല്ലേ. ഇതേപോലെ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, എൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നപ്പാ, എനിക്ക് ഒറ്റപ്പെട്ടു പോകുന്നപ്പാ, എനിക്ക് സങ്കടം വരുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് ആരും സഹായത്തിനില്ല പരിശുദ്ധാത്മാവേ, ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഞാൻ എങ്ങനെ കരകയറും? എൻ്റെ കർത്താവേ പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ, എൻ്റെ മനസ്സിനെ ശക്തീകരിക്കണമേ. അയ്യോ പൊത്തോ എന്ന് നിലവിളിക്കുന്നതിനേക്കാൾ ഏറ്റവും അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിക്കും. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാലോ കാര്യസ്ഥൻ വരത്തില്ല. ഇപ്പൊ കാര്യം മനസ്സിലായോ? യേശു പോകുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് നല്ലതല്ല. പക്ഷെ യേശു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത്രയും വിലപ്പെട്ട ഒരാൾ വരുന്നത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾ വചനം പറയുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണം. ഈ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം, ഇപ്പൊ നിങ്ങൾക്ക് വചനം പറയാൻ ബ്രദറെ എനിക്ക് പറ്റുന്നുണ്ട് പറയാം, എന്നാൽ കുഴപ്പമില്ല, അങ്ങ് മുമ്പോട്ട് പോക്കോ, വിഷയമൊന്നുമില്ല. നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. എന്നാൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യം, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ച പലർക്കും അത്ഭുതം കണ്ടു, നിങ്ങൾ പ്രാർത്ഥിച്ച പലർക്കും അത്ഭുതം കണ്ടു, നിങ്ങൾക്ക് ഒരു അത്ഭുതവും ഇല്ല. ഉടനെ പിശാച് എന്തെന്നറിയാവോ? ഭയങ്കര വലിയ ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങി വരും. കണ്ടോ, നിന്റെ കുറവാണ്, അവരുടെ കുറവാണ്, ഈ കുറവാണ്, ബന്ധനമാണ്, പോരാട്ടമാണ്, കൂടോത്രമാണ്, ആഭിചാരമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും പരിശുദ്ധാത്മാവേ എൻ്റെ മനസ്സിനെ ശക്തീകരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തോട് സംസാരിക്കും, നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്. കണ്ടോ? ആമേൻ. ഇതാണ് കർത്താവ് പറഞ്ഞത്, വചനം കേട്ടിട്ട് ഫലം കൊടുക്കുന്നവർ, പ്രൊഡ്യൂസ് ചെയ്യുന്നവർ. അതുകൊണ്ടാണ് ടു മേക്ക് എന്നൊരു പദം അവിടെ വന്നിരിക്കുന്നത്, മേക്ക് ചെയ്യുക. ഇത് നമ്മുടെ ചുമതലയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ നമുക്ക് സഹായകനുണ്ട്, പരിശുദ്ധാത്മാവ്. നമ്മൾ ഒറ്റയ്ക്കല്ല ഇവിടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനപ്രയാസത്തിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പലരും പറയും, ബ്രദറെ ഞാനിപ്പോൾ ബ്രദറിന്റെ പ്രാർത്ഥനയെ, ചിലരാകട്ടെ, എല്ലാവരും അല്ല, ചില ആൾക്കാർ പറയും, ഞാൻ ബ്രദറിന്റെ പ്രാർത്ഥനയിൽ ഇപ്പൊ കയറുന്ന പോലുമില്ല. ഞാനിത് ക്രെഡിറ്റായിട്ട് പറയുമല്ലോ കേട്ടോ നിങ്ങളോട്. ഞാനൊരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴിവതും സൂമിൽ കയറുക. എൻ്റെ കഴിവിൻ്റെ അകത്തൊന്നും അല്ല മീറ്റിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുവാണേ. ജസ്റ്റ് ഒരു അത്യാവശ്യ കോൾ എനിക്ക് എടുക്കേണ്ടതുണ്ടേ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കലും അത്യാവശ്യ ഗുണമൊന്നും എടുത്തോട്ടോ. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്തൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോയാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതിൻ്റെ അകത്തു നിന്നും ഫലം പുറത്തു വരും. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എപ്പോഴാണ് ഒരിക്കലും മനപ്രയാസത്തിൻ്റെ അകത്തിരിക്കുമ്പോൾ വചനം പറയാൻ ശ്രമിക്കരുതേ. നിങ്ങൾ തളർന്നു പോകും പ്രിയറിയോ. ബ്രദറെ, വചനത്തെ പറ്റിയാണ് പറഞ്ഞത്, സത്യമാണ്. വചനത്തിന് വേരിറങ്ങാതെ, നിങ്ങളെ വാക്കോടെ, വചനത്തിന് വേരിറങ്ങണമെങ്കിൽ ഈ പാറ പോലിരിക്കുന്ന ഹൃദയം. അതുകൊണ്ടാണ് ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കണ്ടോ? അപ്പൊ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ട്. ഇവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവരാണ് പലപ്പോഴും, നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം മൊത്തം യഹോവ നല്ലവനെന്ന് പറയാനാ. പക്ഷെ ഫറവോന്റെ മസിൽ സ്ട്രെങ്ത് കണ്ടപ്പോൾ, സൈന്യ ബലം കണ്ടപ്പോൾ അവരുടെ മനസ്സ് ഉരുകിപ്പോയി. ബൈബിൾ പറയുന്നു, അവരുടെ ഹൃദയം ഉരുകിപ്പോയെന്നാ പറഞ്ഞത്. ഉടനെ അവര് പറയാൻ തുടങ്ങി, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണോ മോശയെ നീ ഇവിടെ കൊണ്ടുവന്നത്? മിസ്രൈമിൽ ശവപ്പറമ്പുകൾ ഉണ്ടായിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? കണ്ടോ, ഇവരുടെ പിറുപിറുപ്പ് നിമിത്തം വഴി അടഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ആ വ്യക്തി പറയും, എൻ്റെ സഹോദര, ഞാൻ എൻ്റെ വായിന്ന് അറിയാതെ പറഞ്ഞു പോയതാ, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചതല്ല, യഹോവ നല്ലവനെന്ന് പറയാൻ വേണ്ടി വന്ന, പക്ഷേ എൻ്റെ മനസ്സു തകർന്നിരുന്നപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. കണ്ടോ, അത് നിമിത്തം അവർക്ക് വാഗ്ദത്ത കനാനിൽ കയറാൻ പറ്റിയില്ല. അവർ പിറുപിറുപ്പുകാരുടെ കൂടെ പോയി. കണ്ടോ കുഴപ്പം? കണ്ടോ? ശ്രദ്ധിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ജീവനുണ്ട്. ഇതാണ് യേശു പറഞ്ഞത്, അതായത് വിഷഫലമുള്ള ഒരു ചെടിക്ക് നല്ല ഫലം കായ്ക്കത്തില്ലാത്ത പോലെ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണം. വിഷമത്തിലിരിക്കുമ്പോൾ ഉടനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു വന്ന എവിടെയായിരുന്നു. അപ്പൊ ചില ആൾക്കാരുണ്ട് പറയും, ബ്രദറെ, ഞങ്ങളിപ്പോൾ ബ്രദറിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, വലിയ മനപ്രയാസത്തിലായിരുന്നു, അതുകൊണ്ട് ഇപ്പം കേറാൻ തോന്നുന്നില്ല. കണ്ടോ,
ഞാൻ എപ്പോഴും പറയാറില്ല പ്രിയരെ, ഈ സൂമിൽ നിങ്ങളെ കയറാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറില്ല, നിങ്ങൾ കയറണം. എന്തിനാണെന്നറിയാം, ബ്രദറിന് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എൻ്റെ കൺട്രോളിൽ പോകുന്നതല്ല. ഇവിടെ ഞാൻ എന്തൊക്കെയോ മാജിക്ക് കാണിച്ച് നിങ്ങളെ ആരെയും പിടിച്ചു നിർത്തുന്നൊന്നുമല്ല. ഞാൻ എന്നെ അറിയാവുന്ന, എനിക്ക് തോന്നുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർ മിക്കവരും കയറാറില്ല പ്രാർത്ഥനയിൽ. കാര്യം അവർ നോക്കുമ്പോൾ നിഖിലല്ലേ, ഞങ്ങൾക്ക് അറിയാവുന്ന ആളല്ലേ. അല്ലാതെ എന്നെ ഒട്ടും അറിയാത്ത ആൾക്കാരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് കയറുന്നത്, ദൈവപ്രവൃത്തി അനുഭവിക്കുന്നത്. കാര്യം അവരെന്നെ നോക്കിയ പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഞാനെന്ന വ്യക്തി ദൈവത്തിനൊരു മീഡിയേറ്റർ മാത്രമാണ്. കണ്ടോ, ദൈവം പറഞ്ഞു നീ ഇവര് മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും. അപ്പൊ ദൈവത്തിന് ഒരു കല്ല് പോലെ ഞാൻ ഉള്ളൂ. ഞാനെന്ന വ്യക്തി ഒരു കല്ല് പോലെയാണ്. ആമേൻ. അപ്പൊ ദൈവം ഇവിടെ ഞാനെന്ന വ്യക്തി ഉപയോഗിക്കുന്ന മതം. ഞാനല്ല ഇതിന്റെ നടത്തിപ്പുകാരനൊന്നും, ഞാനല്ല ഇതിന്റെ ഓണർ, എന്റെ പേരിലല്ല ഇതിന്റെ ഓണർഷിപ്പ് ഒന്നും. ഞാനൊരു മുഖാന്തിരം മാത്രമാണ്. അപ്പൊ പലരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോ ബ്രദറിന്റെ പ്രാർത്ഥനയ്ക്ക്, എല്ലാവരും അല്ല കേട്ടോ, കയറാൻ തോന്നുന്നില്ല. ഇവരുടെ ചിന്തയിൽ പ്രാർത്ഥനയ്ക്ക് കയറാതിരുന്നാൽ ആ വിഷയം മാറുമെന്നല്ല, വിഷയം രൂക്ഷമാകത്തേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇനി ബ്രദറിന്റെ പ്രാർത്ഥനയിൽ കയറാൻ, ബ്രദറിന്റെ പ്രാർത്ഥന നല്ല ഒരു പ്രാർത്ഥനയ്ക്കും ബ്രദറെ കയറാൻ തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെ വീടിന്റെ അകത്ത് കുത്തിയിരിക്കുക മനപ്രയാസപ്പെട്ട്. അങ്ങനെ ഇരുന്നു കൊണ്ട് എന്നാ സംഭവിക്കുന്ന അറിയാവോ? പിശാശ് പിന്നെ വീട്ടിൽ കയറി താമസിക്കും. നിങ്ങളുടെ ബെഡ് പിന്നെ കിടക്കുന്നത് പിശാശായിരിക്കും, നിങ്ങളുടെ അടുക്കളയിൽ പിന്നെ ഇരിക്കുന്നത് പിശാശായിരിക്കും. എവിടെ നോക്കിയാലും അവൻ കയറിയിരിക്കും. കാര്യം എന്നറിയാവോ? നിങ്ങളുടെ ഹൃദയത്തിൽ പിന്നെ വചനം പ്രവേശിക്കുന്നില്ല. ആ സമയത്ത് നിങ്ങൾ എന്നറിയോ? ഒരു മുറിക്കകത്തോട്ട് കയറുക, കരച്ചിൽ നിർത്തുക, എണ്ണിപ്പെറുക്കി കരയുന്ന പരിപാടി നിർത്തുക. എന്നിട്ട് പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സ് ഭയങ്കര കൺഫ്യൂഷനില്ല, എനിക്കറിയത്തില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക, മുറിവേറ്റിരിക്കുക, എന്നെ ഹെൽപ്പ് ചെയ്യണം. ഇത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അവരോടും ഇവരോടും സങ്കടം പറഞ്ഞാൽ അവരപ്പൊ കേൾക്കും, നിങ്ങളെ സമാധാനിപ്പിക്കും. കുറെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കുറ്റങ്ങളെല്ലാം പറയും, ആ വ്യക്തി ഇന്ന സ്വഭാവക്കാരനാകട്ടെ എന്നും പറഞ്ഞു നടക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് നടക്കത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചേർത്തു പിടിക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കുറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ രക്ഷിക്കും, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, തന്നെ നിങ്ങൾ വചനം പറയാൻ തുടങ്ങും. കണ്ടോ, അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, അത്രയും നേരം പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്, അത്രയും നേരം ദുഃഖിച്ചിരുന്ന ആളാണ്. കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നെ നിങ്ങൾ വചനം പറയുവാൻ തുടങ്ങും തന്നെ. ആ സമയമാണ് നിങ്ങളുടെ നിക്ഷേപത്തിന്റെ സമയം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. എന്നിട്ട് യേശു പറഞ്ഞ വാക്ക് കണ്ടോ? അതിനുശേഷം എന്താ സംഭവിക്കുന്ന അറിയാവോ? ആ വാക്ക് കണ്ടോ? ആ വാക്ക് നോക്കി, നല്ല നിലത്ത് നിക്ഷേപിച്ചത് നിന്നും നല്ലത് പുറത്തേക്ക് വരുന്നു. കണ്ടോ? ദുഷ്ടഹൃദയമോ, നോക്കിക്കേ, ദോഷമായത് വിതച്ചതോ അത് ദോഷമായിട്ട് പുറത്തോട്ട് വരും. കണ്ടോ? ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇതൊന്നും നടക്കാൻ പോണില്ല, ഇതെല്ലാം വെറുതെ ചുമ്മാ കിടന്ന് പ്രാർത്ഥിക്കും. ബ്രദർ ചുമ്മാ കിടന്ന് എന്തൊക്കെയോ പറയും, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ പലരും പറയും, ബ്രദറെ അന്ന് ബ്രദർ പറഞ്ഞ, എല്ലാവരും അല്ല കേട്ടോ, ചിലർ പറയും ഇതോടൊന്നും നടന്നില്ല, വലിയ ക്രെഡിറ്റ് പോലെ പറയുന്നവരുണ്ട്. അയ്യോ, ബ്രദർ പറഞ്ഞതായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നടക്കാത്തത് മാറ്റിവെക്കാം. അവിടെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്, അങ്ങനെ വിശ്വസിക്കാൻ പഠിക്കണം. ചിലർക്ക് വലിയ ഇഷ്ടമാണ്, അന്ന് പറഞ്ഞായിരുന്നു. ആമേൻ. നോക്കിക്കേ, ഹൃദയത്തിൻ്റെ അകത്ത് നിക്ഷേപിക്കണം, ആരെയും നോക്കരുത്. പരിശുദ്ധാത്മാവെന്ന സഹായകൻ മതി. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്തൊക്കെ ഭാരങ്ങൾ വന്നാലും, ഭാരങ്ങളോടും പ്രയാസത്തിൽ നിൽക്കുമ്പോൾ മറന്നു പോകരുതേ, ഓർക്കണമേ, യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരത്തില്ല. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഭാഷയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. അപ്പൊ മനപ്രയാസപ്പെട്ടിരിക്കുന്ന ഭാര വിഷയം, അതുകൊണ്ട് ഞാൻ പലപ്പോഴും വീണ്ടും ഓർപ്പിക്കുന്നത്, നിങ്ങൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. പ്രത്യേകിച്ച് ഒരാൾ വെച്ചിട്ട് ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ, ഞാൻ വല്ലാത്ത തകർന്നിരിക്കും, ഉടനെ ഞാൻ എന്ത് ചെയ്യാൻ പോകത്തില്ല, ആ വ്യക്തിയോട് വചനം പറയാൻ വേണ്ടി പോകത്തില്ല. ഞാൻ ആ വ്യക്തിയോട് വചനം പറയാൻ തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലായി ആ വ്യക്തിയുടെ തലയ്ക്കകത്തൊന്നും കയറത്തില്ല. ആ വ്യക്തിക്ക് ഇപ്പൊ വേണ്ടത് ആശ്വാസവും സമാധാനവുമാണ്. അവിടെ ഉടനെ പറയും, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. കണ്ടോ?
പരിശുദ്ധാത്മാവേ, അഗ്നി പോലെ കണ്ടോ, അപ്പോസ്തല പ്രവൃത്തിയിൽ ശിഷ്യന്മാര് പേടിച്ച് വിറച്ച്, അടുത്ത് ചിലപ്പോൾ ഞങ്ങളുടെ തല പോകുമായിരിക്കും, ഞങ്ങൾ യേശു നിമിത്തം ചിലപ്പോൾ തകർന്നു പോകുമായിരിക്കും, പേടിച്ച് വിറച്ചവർ മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരടങ്ങുന്നവര് വലിയ ആയിരക്കണക്കിന് ആളുകൾ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നിരിക്കുക. അതിൻ്റെ അകത്ത് യഹൂദനുണ്ട്, റോമക്കാരുണ്ട്, കൊല്ലാൻ നിൽക്കുന്നവരുണ്ട്, വെട്ടാൻ നിൽക്കുന്നുണ്ട്, യേശുവിനെ ക്രൂശിച്ചവനുണ്ട്. ഇവരെല്ലാം നടുവിൽ പേടിച്ചു വരണ്ട് യേശു പറഞ്ഞത് കാത്തിരിക്കുകയാണ്. ബൈബിൾ പറയുന്നു, വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അഗ്നി നാവോടെ ഇറങ്ങി വന്നു. കണ്ടോ, പേടിച്ചു വിറച്ചു ഭയപ്പെട്ടിരിക്കുന്ന ജനത്തെ ബലപ്പെടുത്തുവാൻ സാക്ഷാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നവിടെ അവരെല്ലാവരെയും നിറച്ചു. കണ്ടോ, പേടിച്ച് ബലപ്പെട്ടിരുന്ന പത്രോസ്ലീഗ അവരുടെ നടുവിൽ എണീറ്റുന്നോണ്ട് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് യഹൂദ ഗൃഹമൊക്കെയും കേൾക്കട്ടെ. അടുത്തൊരു ചോദ്യം, പത്രോസ്ലീഹായെ 53 ദിവസങ്ങൾക്ക് മുമ്പ് താങ്കളല്ലേ യേശുവിനെ തള്ളിപ്പറഞ്ഞത്, ഇപ്പൊ എവിടുന്ന് കിട്ടി ധൈര്യം? ഉയരത്തിൽ നിന്നും അഗ്നിയോടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. കണ്ടോ, അപ്പൊ മനോബലം തരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ധൈര്യശാലിയാക്കുന്ന ആളാ പരിശുദ്ധാത്മാവ്. പ്രതിസന്ധികളുടെ മുമ്പിൽ കൊല്ലാൻ നിൽക്കുന്ന, വെട്ടാൻ നിൽക്കുന്ന റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ 3000 പേരെ സ്നാനപ്പെടുത്തുവാൻ സ്ട്രെങ്ത് കൊടുത്തയാളാ പരിശുദ്ധാത്മാവ്. കണ്ടോ, ഇതാണ് ഹോളി സ്പിരിറ്റ്. ഈ പരിശുദ്ധാത്മാവാണ് എന്നെ വചനം വിതയ്ക്കുവാൻ പഠിപ്പിക്കുന്നയാള്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയുടെ നാഥൻ, കൂട്ടായ്മയുടെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പ്രാർത്ഥന, ബ്രദറിനെ നോക്കിയിരിക്കുന്ന പലരും, ഞാനെന്ന വ്യക്തിയെ അറിയാവുന്ന പലരും എന്ത് ചെയ്യത്തില്ല, പ്രാർത്ഥനയ്ക്ക് എനിക്കറിയാവുന്ന എൻ്റെ ഒരു ചിന്തയാകട്ടോ, ഞാൻ എൻ്റെ വളരെ വേണ്ടപ്പെട്ട പലർക്കും ഞാൻ ലിങ്ക് കൊടുത്തിട്ടും അവർ ഇന്നേ വരെ കയറാത്തവരുണ്ട്. പക്ഷെ എനിക്ക് ഒരു പരിചയമില്ലാത്തവർ ലിങ്ക് തപ്പിപ്പിടിച്ച് കയറിയിട്ടുണ്ട് സൂമിൽ. കാരണം അവർക്ക് നിഖിൽ ബ്രദറിനെ അറിയത്തില്ല, മറ്റവർക്ക് നിഖിലിനെ അറിയാം. അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അഭിഷേകമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് നന്ദിയോടെ സ്തുതിക്കാം. എൻ്റെ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മുടെ ടോമസ് ബ്രദർ അല്ലാതെ ടോം എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള ഒരു ഭവനത്തെ, ടോമസ് ബ്രദർ അല്ലാതെ ടോം എന്ന് പറയുന്ന, ടോമാണ് പേര്, ടോം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് 7 വർഷമായി തടസ്സപ്പെട്ട് കിടന്ന ഒരു പദ്ധതിയെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ദൈവം നിങ്ങളെ തൊടാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇന്ന് സൂമിലുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന പരുവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ടോം. സിസ്റ്ററെ, 7 വർഷമായിട്ട് ഈ ടോമുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മുടങ്ങിക്കിടക്കുന്ന ഒരു വിഷയം, എങ്ങോട്ട് പോകണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് അത് തുടങ്ങിയത് ഇന്നല്ല കേട്ടോ. 7 വർഷം പുറകോട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ കയറിക്കൂടിയതാ. ഓ, യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇന്ന് കർത്താവ് പറയുന്നു, ദുഃഖങ്ങളെയൊക്കെ കർത്താവ് മാറ്റാൻ വേണ്ടി പോവുക, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവുക എന്നൊരു വാക്ക് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് കേൾക്കുക. നിങ്ങളുടെ ഒരു വാക്കുണ്ട് കാണിക്കുക, ഒരു സ്ഥലത്തെ കർത്താവ് ഒരുക്കി നിർത്തിയിട്ട് അതിലേക്ക് നിങ്ങളെ പ്ലാൻ ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വലിയ പ്ലാനുകളെ സ്വർഗം തുറക്കാൻ. ആമേൻ പറഞ്ഞെടുത്തു. 7 വർഷമായി കയറിക്കൂടിയ വിഷയത്തെ യേശുവിന്ന് എടുത്തു മാറ്റാൻ വേണ്ടി പോകുന്നു. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ അത് ഉറപ്പിക്കുന്നപ്പ, ദുഷ്ടന്റെ ആശകൾ നശിച്ചുയിരിക്കുന്നു, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോയിരിക്കുന്നു, യേശു ജീവിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കർത്താവ്. കർത്താവിന്റെ വലിയ അത്ഭുതകരം എന്ന് വെളിപ്പെടുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവാത്മാവിന്റെ ചലനങ്ങൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നല്ലോ. ഓ യേശുവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ യേശുവേ, എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിന്റെ കാഴ്ച കാണിക്കുക. ബൈബിളിന്റെ അകത്ത് ഈ കുറിവാക്യം ഉണ്ടല്ലോ, കുറിവാക്യം,
സെക്കരിയാവിന്റെ പുസ്തകത്തിന്റെ അകത്തെ ഒരു കുറിവാക്യം, നിങ്ങൾക്ക് കുറിവാക്യം എന്ന് മനസ്സിലായോ? ഈ ചെറിയ വാക്യത്തിന്റെ കാർഡുകളുണ്ടല്ലോ, അതിൽ സെക്കരിയാവിന്റെ ഒരു കുറിവാക്യം പുതിയ നിയമത്തിന്റെ ഇടയിൽ കൊണ്ടുവന്ന, ആ ബൈബിളിൽ പുതിയ നിയമത്തിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന കുറിവാക്യം വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ബൈബിൾ ഒന്ന് സെർച്ച് ചെയ്തേ. ഇനിയിപ്പോൾ എവിടെയാണ് ബൈബിൾ ഉള്ളത് ഒന്ന് നോക്കിയിട്ട്, പുതിയ നിയമങ്ങളുടെ ഭാഗത്താണ് ഇപ്പോൾ ആ കുറിവാക്യം ഇരിക്കുന്നത്. സെക്കരിയാവിന്റെ പുസ്തകത്തിന്റെ അകത്തുള്ളൊരു കുറിവാക്യമാണ്. ആ കുറിവാക്യം ഒന്ന് കണ്ടുപിടിച്ചിട്ട് സൂമിലോ ലൈവിലോ ആ വ്യക്തി എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ വാക്യത്തിന് ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ കയ്യിലിരിപ്പുണ്ട്. അത് മാർക്കോസിന് സുവിശേഷത്തിലിരിക്കുന്ന പുതിയ നിയമത്തില്. ഈ സെക്കരിയാവിന്റെ പുസ്തകമാണോ? അല്ല, മാർക്കോസിന്റെ. അല്ല സിസ്റ്ററെ, സെക്കരിയാവിന്റെ പുസ്തകത്തിലെ വാക്യം പുതിയ നിയമത്തിന്റെ പുസ്തകത്തിന്റെ അകത്തിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ആ സെക്കരിയാവിന്റെ ലൂക്കയില് മത്തായില് അപ്പോസ്തല പ്രവൃത്തികളൊക്കെ എഴുതിയ വാക്യങ്ങളാ. അത് അതല്ല. സെക്കരിയാവിന്റെ പുസ്തകത്തിലെ കുറിവാക്യം പുതിയ നിയമത്തിന്റെ ഇടയിൽ വെച്ചിരിക്കുകയാണ്. ഈ കുറിവാക്യം നിങ്ങൾ കുറിവാക്യം എന്ന് മനസ്സിലായി, ചെറിയ കാർഡ് പോലെ ഇരിക്കുന്നതാണ്. അത് നോട്ട് ചെയ്തിരിക്കുന്നതാണ്. ആ വ്യക്തി ആരാണോ ശ്രദ്ധിച്ചു കേട്ടോണേ. ആ വ്യക്തി ആരാണോ സൂമിലോ ലൈവിലോ, ഇതിപ്പോ നമുക്കറിയാം ഒരു ബിഗ് പ്ലാറ്റ്ഫോം ആണിത്. അത് കേൾക്കുന്ന വ്യക്തി കൈവച്ചിട്ട് ആ വചനം ഒന്ന് ബ്ലസ് ചെയ്തു, യേശുവിനെ അതിൽ സ്വീകരിച്ചു. ബ്ലസ് ചെയ്യുമല്ല, സ്വീകരിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞു ആ വചനം നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ അവിടെ തുറക്കുന്നപ്പ ആമേൻ പറഞ്ഞത് സ്വീകരിച്ചോണേ. ദൈവകൃപ വ്യാപരിക്കുന്നു, അത്ഭുതങ്ങൾ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവം സകലത്തെയും അറിയുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, കൃപയാൽ ദൈവം സ്ഥലത്തെയും തുറക്കുന്നല്ലോ. അപ്പ നന്മ കൊണ്ട് സ്വർഗമേ അങ്ങ് മൂടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എന്റെ ഹബക്കൂക്ക് 3:19 കുറിവാക്യം എന്റെ പുതിയ നിയമത്തിനകത്ത് കുറിവാക്യം ഇരിക്കുന്നുണ്ട്. സിസ്റ്ററെ, സെക്കരിയാവ്, ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, സെക്കരിയാവിന്റെ പുസ്തകമാണ്. സെക്കരിയാവിന്റെ പുസ്തകമാണ് അടയാളം കാണുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ആലോചന ഇടപെടുന്ന വ്യക്തിക്ക് വേണ്ടിയാണ് അടയാളത്തോടു കൂടി കർത്താവ് സംസാരിക്കുന്നത്. സെക്കരിയാവിന്റെ പുസ്തകത്തിലെ കുറിവാക്യമാണ്, പുതിയ നിയമത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേട്ടോണേ, വേറൊരു വാക്യമല്ല. ആ വ്യക്തിയാണ് കർത്താവ് കാണിക്കുന്നത്. സൂമിലോ ലൈവിലോ ആ വ്യക്തി ഇരിപ്പുണ്ട്. അത് ആരാന്ന് വെച്ചാൽ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാലോചന പറഞ്ഞ് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കർത്താവ് ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നന്ദി യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിന്നെയും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ നന്ദി പറയുന്നു. അപ്പൊ പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദറെ, സെക്കരിയാവിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം ഞാനൊരു പേപ്പറിൽ എഴുതി ബൈബിളിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് കണ്ടത് എന്റെ പിന്നെ ഈ നോട്ട് എഴുതുന്ന ബുക്കിനകത്താണ്. ഇപ്പം ബ്രദർ പറയുന്ന വചനങ്ങൾ ഞാനിങ്ങനെ ബുക്കിനകത്ത് എഴുതി. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ അതിനകത്തിരിക്കുന്ന ആ പേപ്പർ എവിടെയാ വെച്ചിരുന്ന ശരിക്കും പറഞ്ഞ? ഇത് ബൈബിളിന്റെ ലാസ്റ്റ് പേജിലായിരുന്നു നേരത്തെ എഴുതി. ഇപ്പൊ ഒന്നും എഴുതിയതല്ല, നേരത്തെ കുറച്ചു നാളായിട്ട്. ഏതാ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. ബൈബിളിൽ ലാസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമമാണോ? ശ്രദ്ധിച്ചേ, ബൈബിളിൽ ലാസ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകം നമ്മള് ബൈബിളിന്റെ ഒടുവിൽ കുറെ പേജ് പുതിയ നിയമത്തിൽ. ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമില്ല, പഴയ നിയമം ബൈബിളിന്റെ ലാസ്റ്റ് എപ്പോഴത് എടുത്ത് മാറ്റിയത് ഓർമ്മയുണ്ടോ? അത് ഞാൻ ഓർക്കുന്നില്ല ബ്രദറെ. ഏതാ വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. സെക്കരിയാവിന്റെ പുസ്തകം സൈഡിലിരിക്കുന്നു. സെക്കരിയാവിന്റെ പുസ്തകം ഉറക്കെ ഒന്ന് വായിച്ചു. ചെയ്യാതെ ഇരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയം ഇറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കുകയില്ല. അടുത്തത് അത്രേ ഉള്ളു. അത്ര എഴുതി. ഒന്നുകൂടെ വായിച്ചേ, വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആരും പോക്കുവരത്ത് ചെയ്യാതെ ഇരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയം ഇറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കുകയില്ല. ആമേൻ. ആ വചനം കൈയെടുത്ത് വെച്ചു, എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചു. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ബീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ വചനത്തിന്റെ ഒരു സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടിയാ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. കേൾക്കുന്നുണ്ടോ? ബീന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. ഒരു റീസൺ ഉണ്ടായിരുന്നു ഇത് എഴുതി വെക്കാൻ. എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു. കാരണം
ഇത് അടഞ്ഞു കിടക്കുന്ന ഒരു വീടായിരുന്നു. ഞങ്ങൾ വെളിയിലൊക്കെ ആയിരുന്നു. അന്നേരം ഇവിടെ വന്നപ്പം ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ സന്ധ്യയൊക്കെ ആകുമ്പോ ഒരു ശബ്ദം കേൾക്കും. ഉം. ഈ എന്തോ വന്ന് വീഴുന്ന പോലൊക്കെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഇതിങ്ങനെ പേപ്പറിൽ എഴുതി വെളിയിൽ ആ ഭിത്തിയിലെല്ലാം കൊണ്ട് ഒട്ടിച്ച് വെളിയിൽ ഈ വാക്യം. ഉം. എന്നിട്ട് അത് ഒരു വാക്യം ഇങ്ങനെ എഴുതി എൻ്റെ ബൈബിളിനകത്ത് അല്ലായിരുന്നു ഇരുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഈ നോട്ട് എഴുതുന്ന ബുക്കിന്റെ അകത്തിരിക്കുവായിരുന്നു. പിന്നെ എപ്പോഴാ സിസ്റ്റർ ബൈബിളിന്റെ അകത്ത് വെച്ചത്? പുതിയ നിയമത്തിന്റെ അകത്ത് വെച്ച എപ്പോഴായിരുന്നു? അത് ഞാൻ ഓർക്കുന്നില്ല ബ്രദറെ. അതിപ്പം കുറെ നാളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതി വെക്കുന്നതായി ഓക്കെ, കുഴപ്പമില്ല. അത് കൈ വെച്ച് അത് ഓർക്കുന്നില്ല, കുഴപ്പമില്ല, കണ്ടുപിടിച്ചല്ലോ. കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. അത് മുഖാന്തിരം ദൈവം ചില വാർത്തകളെ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവി. ദുഷ്ടന്റെ ആശ നശിക്കുവാൻ പല്ലുകടി ചുരുങ്ങും. ദൈവകൃപ വ്യാപരിക്കുന്നല്ലോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഓരോ വ്യക്തികളെയും ഇന്ന് സ്പർശിക്കുന്നല്ലോ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ഈ ആന്റണി എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ആന്റണിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് 3 തലമുറകളുള്ളൊരു ഭവനമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 3 തലമുറകളുടെ മേൽ ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ച, ഇവരുടെ മേൽ ടാർഗറ്റ് ചെയ്ത് ഇവരെ പല വഴിയിൽ ചെതറിപ്പിക്കുവാൻ നോക്കുന്ന ദുഷ്ടന്റെ പ്രവൃത്തികൾ ഇന്ന് അത് സ്റ്റോപ്പ് ആകുന്നു. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരമ്മച്ചി, ഇങ്ങനെ ഒരു പ്രായമായ അമ്മച്ചിയുടെ ഒരു പഴയ ഫോട്ടോ, അതായത് ഫുൾ സൈസ്, അതായത് നിൽക്കുന്ന തരത്തിലൊരു ഫോട്ടോ ഒരു വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു പഴയ ഒരു ഫോട്ടോയാണ്. പഴയ ഒരു അമ്മച്ചിയുടെ ഫോട്ടോയാണ്. അത് ഫുൾ സൈസിൽ തന്നെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് കയറി വരുന്ന ഹോളിൽ ആ ഫോട്ടോ, അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുറി, ഈ ഹോളെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേനൊരു നടുമുറി പോലൊരു സംഭവം ഈ വീടിൻ്റെ അകത്തുണ്ട്. നടുമുറി. ആ നടുമുറിക്കകത്താണ് ഈ ഒരു ഫോട്ടോ ഇരിക്കുന്നത്. ആ ഭവനം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. നിങ്ങളുടെ തലമുറകൾ നശിക്കുവാൻ ദൈവത്തിന് പ്ലാനില്ല. അവർ യേശുവിൻ്റെ സാക്ഷിയായി തീരും. ദൈവാനുഗ്രഹം അവരുടെ മേൽ തുറക്കും. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഏറ്റെടുത്തോണേ. ദൈവം നിങ്ങളുടെ ഭവനത്തെ പണിതെടുത്ത് കർത്താവിൻ്റെ സാക്ഷിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിയ കുടുംബം സാക്ഷ്യമായി തീരട്ടെ. അവരുടെ പ്രതിസന്ധികൾ തകരട്ടെ. അവരുടെ പ്രതികൂലങ്ങൾ വിട്ടുമാറട്ടെ. ആ ഒരു ഭവനത്തെ കർത്താവെ ഞങ്ങൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപിശാചിന്റെ സകല പ്ലാനുകളും തകരട്ടെ. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി യേശുവേ. കർത്താവെ, ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുമ്പോൾ അതാമേൻ പറഞ്ഞങ്ങ് ഉറപ്പിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിങ്ങളെ നിറയ്ക്കും. നന്ദി യേശുവേ. അതിനോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സീനത്ത് എന്ന് പറഞ്ഞ് പറയാനുള്ളവരാണ് മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. മൈക്ക് മ്യൂട്ട് ചെയ്ത് ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഈ സമയത്ത് ഇങ്ങനെ മൈക്ക് മ്യൂട്ട് ചെയ്തു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു എൻ്റെ ഉള്ളത്തില് ബാക്കി എല്ലാവരും ഇത് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ആലോചന പറയാൻ വേണ്ടിയാണ്, നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മൈക്ക് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് ഇവിടെ സൗണ്ട് ക്ലാസ് ആവുക. ഇതെൻ്റെ ഉള്ളത്തിൽ സീനത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാമ്പത്തികമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ, സാമ്പത്തികമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾക്ക് കുരുക്ക് വീണിരിക്കുന്ന ഒരു സീനത്തിനെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ സീനത്തുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. ദൈവം ചില കുരുക്കലുകളെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ കർത്താവെ, ആ സാമ്പത്തിക ഇടപാടുകൾക്കകത്ത് അവർക്കുണ്ടായ സകലവിധമാകുന്ന എല്ലാ കുരുക്കുകളും ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുരുക്കും അഴിയട്ടെ. ദുഷ്ടപിശാചിന്റെ എല്ലാ പ്രവൃത്തികളും അവിടെ നിന്ന് മാറട്ടെ. നന്മ കർത്താവെ തുറക്കുന്നല്ലോ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സീനത്തൊരു അനുഗ്രഹമായിട്ട് അവർക്ക് മാറട്ടെ. ഓ യേശുവേ. ആരാ അത് മ്യൂട്ട് മാറ്റി പറയാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ മാക്കി മ്യൂട്ട് ചെയ്തേ? ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ബാക്കി ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോട്ടെ. എനിക്ക് തോന്നുന്നത് ഈ കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയൊക്കെ മാറിപ്പോന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യുക. താങ്ക് യു ഹോളി. ഇതിന് ശേഷം ആലോചനയുള്ളവർ മ്യൂട്ട് മാറ്റാൻ സ്വാതന്ത്ര്യം കുടുംബത്തിലുള്ളവർക്ക് പറയാം, അല്ലാത്തവര് നിങ്ങൾ ഏറ്റെടുത്താൽ മതി. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഈ മങ്ങാട്ട് എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ കേൾക്കും. മങ്ങാട്ട്, അതെന്തോ ആ സ്ഥലമാണോ വീട്ടുപേരാണോ കേരളത്തിലെ മങ്ങാട്ട് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ കേൾക്കും. ആ ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മങ്ങാട്ടെ ഒരു വ്യക്തി, ആ വ്യക്തി അതിൻ്റെ അകത്തൊരു കാർന്നോവരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത്. കാർന്നോവർ നിങ്ങൾ പറയുന്നൊരു വാക്കാണ്. ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ ഒരു സ്ഥലവും സംബന്ധമായിട്ടൊരു പ്രശ്നത്തിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങൾ നടന്നതാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് പോലെ പലരുടെയും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ച് കയറിക്കൂടിയ എല്ലാ പിശാചിന്റെ പ്ലാനുകളും ഇപ്പോൾ ക്യാൻസൽ ആകുന്നു. അതുമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ സൂമിലോ ലൈവിലോ കേൾക്കുന്നതിൽ ഏറ്റെടുത്തു. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇന്ന് പല വിഷയങ്ങളും എത്ര തൊട്ടിട്ടും ശരിയാകാത്ത വിഷയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യമായി തീരാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ. ബ്രദറെ, എന്റെ ചേച്ചിയുടെ വീട്ടിന്റെ പേരാണ് ബ്രദറെ മങ്ങാട്ട്. എന്റെ ചേച്ചിയുടെ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ബ്രദറെ, പിന്നെ ജപ്തിയുടെ വക്കീല് നിക്കുകയാണെന്ന് പറഞ്ഞില്ലേ ബ്രദറെ. അതാണ് ബ്രദറെ. ബ്രദറിനെ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഈ വീട്ടുപേര് സിസ്റ്ററിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മങ്ങാട്ടാണ്. ഇല്ല, പറഞ്ഞിട്ടില്ല ബ്രദറെ. ഉറപ്പാണോ? ഉറപ്പാണ് ബ്രദറെ. ഞാൻ ഇവിടെ ഒരു കാർന്നോരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രായമുള്ള അപ്പച്ചൻ, പക്ഷെ ഇപ്പൊ അപ്പച്ചൻ അവിടെ ഇല്ല, ഞാൻ കാണുന്നില്ല. ഇല്ല, മരിച്ചുപോയി ബ്രദറെ, മരിച്ചുപോയി. ആ വ്യക്തിയുടെ കാലഘട്ടത്തിൽ ആ വസ്തു സംബന്ധമായിട്ട് കയറിക്കൂടിയ ഒരു വിഷയമാണ്. എപ്പോഴും തലമുറകളെ ഇങ്ങനെ ശപിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. യേശുവിന്റെ നാമത്തിൽ അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു. ശപിച്ച് ആ കുടുംബത്തിന്റെ അകത്ത് എല്ലാ പ്രശ്നങ്ങളും കയറിക്കൂടിയതാണ്. ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവിധമാകുന്ന പ്ലാനുകളെയും ബ്രേക്ക് ചെയ്യുന്നത് ഇവിടെ പരിശുദ്ധാത്മാവ് അറിയുന്നത്. അപ്പൊ ഞാനും ആദ്യമായിട്ടാണ് ഈ പേര് കേൾക്കുന്നത്. ഇങ്ങനെ ഒരു വീട് എവിടെയാ സ്ഥലം? എവിടെയത്? കൊല്ലം. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോ ബ്രദറെ, ചേച്ചിക്ക് വേണ്ടി ഓ യേശുവേ താങ്ക് യു. കുടുംബത്തിന്റെ അന്തരീക്ഷം മാറോട്ടെ. പ്രാർത്ഥിച്ചോ. ആ മണ്ണിൽ കയറുന്ന കൈവച്ചോണം. ഈ നഷ്ടപ്പെട്ടു പോകത്തില്ല, ജപ്തി നടക്കത്തില്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും യേശുവിന്റെ കൂടെ സാക്ഷിയാകുമെന്ന് പറയും. ഓ നന്ദി യേശുവേ. എന്ന് രോഗിയായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് എന്നിട്ട് ഒന്ന് പറഞ്ഞ്, യേശുവേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കൃപ എൻ്റെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്നില്ല. കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, കർത്താവിന്റെ അടിപ്പുണരുകളാൽ ഇന്ന് എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ ഞരമ്പിന്റെ വിഷയം, അസ്ഥികളുടെ വിഷയം, ഞാനിതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മൂക്കിന്റെ അവിടെ ഈ ശ്വാസം എടുക്കാൻ ചില സമയത്ത് പറ്റാതെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ജലദോഷമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ശ്വാസം എടുക്കാം. നമുക്ക് സാധാരണ ജലദോഷം എല്ലാവർക്കും വരുന്ന പോലെ വരും. പക്ഷെ നിങ്ങൾക്ക് വന്നാൽ ഈ മൂക്കിന്റെ പ്രശ്നം കാരണം ശ്വാസം മുട്ടുന്നൊരവസ്ഥയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു മൂക്ക് അടച്ചു പിടിച്ചാൽ ആ മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്ന ചിലരുണ്ട്. കൈയെടുത്ത് വെച്ച് ഇപ്പൊ അത് തുറക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഒരു സർജറിയും കൂടാതെ ഓ യേശുവിന്റെ അടിപ്പിണരാൽ ഇന്ന് തുറക്കുക. കർത്താവേ, ഇന്ന് അങ്ങയുടെ അത്ഭുതം അവിടെ സംഭവിക്കുന്നല്ലോ. ചലിക്കാത്തതിനെ ചലിപ്പിക്കുന്ന യേശുവിൻ എന്ന് പറഞ്ഞ് യേശു കർത്താവിന്റെ തിരുമുറിവിനാൽ കർത്താവിന്റെ രോഗത്തെയും വേദനകളെയും യേശു ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ ശരീരത്തിൽ കത്തിവെക്കാൻ ഇട വരത്തില്ല. കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ തിരുമുറിവ് എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചത് കൊണ്ട് കർത്താവിന്റെ മുറിവ് ഇപ്പോൾ സൗഖ്യമാണ്. ഇത് മാത്രമല്ല കേട്ടോ, രോഗികളായി ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നവരെ പേഴ്സോ ATM ഒക്കെ തുറന്നു പിടിച്ചേ, വേഗത്തിൽ എടുത്ത് കൈ പിടിച്ചേ, ഒന്ന് കൽപ്പിക്കാൻ വേണ്ടി പോവാ. അത് നിറയാൻ വേണ്ടി പോവാ. ആ ജോലിയിൽ ബിസിനസ്സിലുള്ള തകർച്ചകൾ നീങ്ങാൻ വേണ്ടി പോവാ. വായ്പ മേടിക്കുന്നുള്ളത് യേശുവിന്റെ പ്ലാൻ അല്ല കേട്ടോ, വാരി വിതറി കൊടുക്കുന്നത്. ഓ യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അമൃത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടും. 1993 സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച അമൃത എന്ന് പറയുന്ന ഒരു തലമുറയെ ദൈവം തൊടുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. തലമുറയുടെ ഭാവിയെ ദൈവം തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കാൽപ്പിക്കുന്നപ്പ ഡോറുകൾ തുറന്നു.
പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? എന്തോ? ബ്രദറെ പ്രൈസ് ദി ലോർഡ്. എന്റെ ഉം. മൂത്ത മോളുടെ പേര് അമൃത എന്നാണ്. അത് പക്ഷെ ജനിച്ചത് ഫെബ്രുവരിയിലാണ്. അയ്യോ സിസ്റ്ററെ, ഡേറ്റ് ഓഫ് ബർത്ത് നോക്കണേ. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരാലോചന എങ്ങനെയും നമ്മൾ എത്തിക്കുക എന്നുള്ളതല്ല. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ആ വ്യക്തിയുമായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ആ വ്യക്തി എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഓരോരോ പ്രവചനം വരുമ്പോൾ, പേരുകൾ വെളിപ്പെടുമ്പോൾ, വിഷയങ്ങൾ വെളിപ്പെടുമ്പോൾ അത് നിങ്ങളെന്ന വ്യക്തിയെ ദൈവം കാണുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് കർത്താവ് സംസാരിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ നമുക്ക് അവിടെ എവിടെയും കിട്ടിയാൽ പോരാ. കറക്റ്റായിട്ട് നിങ്ങളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ പ്രവചനം പറഞ്ഞ് വിജയിപ്പിക്കുക എന്നുള്ള പരിപാടി നമുക്കില്ല. ദൈവം ഇടപെടുന്നത് പറയുക, ഏറ്റെടുക്കുക. ആരുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ അത് സ്വീകരിച്ചോ കേട്ടോ സിസ്റ്ററെ. ഞാൻ എല്ലാവരും പറയുവാണേ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ. എല്ലാ അടയാളങ്ങളും, അതുകൊണ്ട് ഞാൻ ആ സൗകര്യ പറഞ്ഞപ്പോൾ പറഞ്ഞത് ആ മങ്ങാട്ട് എന്നുള്ള പേര് എനിക്ക് അറിയത്തില്ല, ഞാനും ആദ്യമായിട്ട് കേൾക്കുന്നത്. ആ വീട്ടുപേര് അവർക്കേ അറിയത്തുള്ളൂ, അവരുമായിട്ടത് ബന്ധപ്പെട്ടതാണ്. മറ്റേ സൗകര്യ പറഞ്ഞ പോലെ സെക്കരിയാവിന്റെ പുസ്തകം ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, അത് പുതിയ നിയമത്തിന്റെ ഭാഗത്ത്. അപ്പോൾ അതുപോലെ ബൈബിളിന്റെ ഏറ്റവും അവസാനം ഞാൻ എടുത്ത് ചോദിച്ചു. അതുകൊണ്ടാണ് അവർ ആ ചോദ്യം അന്നുകൂടെ ചോദിച്ചാൽ പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ എടുത്ത് ഞാൻ ചോദിച്ചതിന്റെ കാര്യം അത് തന്നെയാണ്. സഹോദരി എപ്പോഴോ കൊണ്ടുവച്ചതാണ്, മറന്നുപോയി. പക്ഷേ ആ വാക്യം പ്രതി ദൈവം നമ്മളെ തൊടാൻ വേണ്ടി. അതാണ് ഓരോന്നും നമ്മളുമായിട്ട് സ്പെസിഫിക് ആയിട്ട് ദൈവം ഇടപെടും. ചിലപ്പോൾ ദൈവം ഒരുമിച്ച് ആലോചന, അതുകൊണ്ടാണ് ചിലർക്ക് ഒരേപോലെ ഒരേ ആലോചന, ഒരേ സിമിലർ ആയിട്ടുള്ള സംഭവം വരും. അതെന്ന് വെച്ചാൽ ഒരുമിച്ച് വ്യക്തികൾക്ക് വേണ്ടി ഇടപെടുന്ന പ്രവചനാലോചനയുണ്ട്. അതല്ലാതെ വ്യക്തിപരമായി ഇടപെടുന്നത് കൊണ്ട് രണ്ട് രീതിയിലുണ്ട് പ്രവചനമേ. വ്യക്തിപരമായി ഇടപെടുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരേ വിഷയങ്ങൾ, ഒരേ അടയാളങ്ങൾ ഒരേപോലെ 10 പേർക്ക് വന്നെന്നിരിക്കും. അത് നിങ്ങളെ 10 പേരെയും ദൈവം ഇടപെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരാൾ കേൾക്കുമ്പോൾ മറ്റേ ആൾക്കാരത് റിസീവ് ചെയ്താൽ മതി. കൈ വെച്ച് ആ വേദന ഇപ്പൊ വിട്ടുമാറുക. ഒരു മടി കൂടാതെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറയാം, എനിക്ക്